ഫെഡറേറ്റ് മലയാളം നെറ്റ്വർക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന അതിഥി പ്രശസ്ത കവിയും സാംസ്കാരിക പ്രവർത്തകയും സാമൂഹിക നിരീക്ഷകയുമായ ശ്രീമതി രമാപ്രസന്ന പിഷാരടിയാണ്. ശ്രീമതി രമാപ്രസന്ന പിഷാരടിക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. താങ്കളുടെ സ്വദേശം, ബാല്യം, വിദ്യാഭ്യാസം, തുടർ പഠനങ്ങൾ, അതേമാതിരി തന്നെ ഈ ആദ്യമായിട്ട് എഴുതുന്ന കവിത, സാഹിത്യ രംഗത്തേക്കുള്ള ചുവടുവയ്പ്പുകൾ, ഇതിനെപ്പറ്റിയൊക്കെ പറയാമോ? ഞാൻ ജനിച്ചത് മാങ്ങാനം എന്നൊരു ഗ്രാമത്തിലാണ്. കോട്ടയം ജില്ലയിൽ അവിടെ നിന്നൊരു 5 കിലോമീറ്റർ അകലെയുള്ള മാങ്ങാനം എന്നൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മയുടെ സ്വദേശം എറണാകുളവും അച്ഛൻ്റെ സ്വദേശം കോട്ടയവുമാണ്. അച്ഛൻ ഒരു കഥകളി നടനായിരുന്നു. അച്ഛൻ എൻ്റെ കൂടെ നടന്ന് കഥകളി കണ്ട ഓർമ്മകൾ ഇന്നും ഉണ്ട്. അപ്പം അമ്മയ്ക്ക് എഴുത്തിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അമ്മ ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ ഈ സ്കൂൾ ടീച്ചറിന് കിട്ടുന്ന ചെറിയ ശമ്പളത്തിൽ അമ്മ ധാരാളം ബുക്കുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അമ്മയുടെ ആ അക്ഷരങ്ങളോടുള്ള സ്നേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് അമ്മ കുട്ടിയായിരുന്ന കാലത്ത് ലൈബ്രറി വേണമെന്നൊക്കെ, വീട്ടിലൊരു ലൈബ്രറി ഉണ്ടാകണം, അങ്ങനെ പുസ്തകങ്ങളെല്ലാം വായിക്കുകയും ഞങ്ങൾക്ക് പുസ്തകങ്ങൾ വായിച്ചതിൽ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. എല്ലാ സമ്മർ വെക്കേഷനും എല്ലാ പുരാണങ്ങളും വായിച്ച് അമ്മ അർത്ഥം പറഞ്ഞു തരുമായിരുന്നു. അത് ഈ പുരാണങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു ഈ സമ്മർ വെക്കേഷൻസ്. അപ്പം അന്ന് ഞങ്ങളൊക്കെ എല്ലാ കഥകളും പുരാണത്തിലുള്ള അവഗാഹം അമ്മയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അമ്മ പകർന്നു വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് കവിതയിലോട്ടുള്ള താല്പര്യം വന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു ബാലമാസിക തന്നെ ഉണ്ടാക്കി. അപ്പം അമ്മ ബാലരമ, അങ്ങനെയുള്ള മലയാള നാട്, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ഞാനൊരു ബാലമാസിക ഉണ്ടാക്കി. ഞാൻ തന്നെയാണ് അതിൻ്റെ എഡിറ്റർ. കവിത, കഥ, ചിത്രം എല്ലാം ഞാൻ തന്നെ ചെയ്തു. ഈ ബാലമാസിക ഞാൻ പഠിച്ച മൗണ്ട് കാർമൽ സ്കൂളിൽ ഞാൻ കൊണ്ടുപോയി എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ കാണിച്ചു. അപ്പം അതിലൊരു കുട്ടിയുടെ ബ്രദർ ബാലരമയിലായിരുന്നു, സഹോദരൻ ബാലരമയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നല്ല കഴിവുള്ള കുട്ടിയാണല്ലോ, നമുക്കിത് പബ്ലിഷ് ചെയ്യാം, കുട്ടിയുടെ കവിത പബ്ലിഷ് ചെയ്യാം. അപ്പോൾ തത്തമ്മ എന്നുള്ള കവിത പബ്ലിഷ് ചെയ്യാൻ അവർ പറഞ്ഞു. പക്ഷേ ഇത് പബ്ലിഷ് ചെയ്തില്ല. പിന്നെ അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂൾ ഒരു ഗവൺമെൻറ് സ്കൂളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പഠിച്ചത് 4ാം ക്ലാസ് വരെ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. അപ്പോൾ അമ്മ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് അമ്മ സമ്മാനമായിട്ട് കൊടുത്തിരുന്നത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ്. അപ്പം ഇതൊക്കെ കാണുമ്പം ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലും ഉണ്ടാവും. അന്നൊക്കെ ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിൻ്റെ അർത്ഥം ഇതൊരു വലിയ സംഭവമാണ് എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ 5ാം ക്ലാസ്സിൽ പഠിച്ചതോടെ എനിക്ക് സാഹിത്യത്തോടുള്ള ഒരു താല്പര്യം കൂടി. പിന്നെ ഞങ്ങളൊരു പിൽഗ്രീം ട്രിപ്പ് പോയി. അവിടെ വെച്ച് എനിക്ക് ചില കവിതാ പുസ്തകങ്ങൾ ഞാൻ വായിക്കാനിടയായി. അങ്ങനെയാണ് ടാഗോറിൻ്റെ സാഗരിക എന്നൊരു കവിത വായിക്കാനിടയായത്. അതായത്, ആടെ ആഭരണങ്ങളോടെ കടലിൻ്റെ തീരത്ത് പോയി നിന്നു, സാഗരിക എന്നെ നോക്കി പോലുമില്ല, എന്നെ അവഗണിച്ചു. പക്ഷേ എല്ലാ അലങ്കാരങ്ങളും വിട്ട് ഒരു സ്വതന്ത്ര മനുഷ്യനായി ഒരു അഹം എന്ന ബോധമില്ലാതെ സാഗരികയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ സാഗരിക എന്നെ എംബ്രേസ് ചെയ്തു, എന്നെ ആലിംഗനം ചെയ്തു എന്ന ടാഗോറിൻ്റെ കവിത വായിച്ചപ്പോൾ അന്ന് മുതൽ എനിക്ക് കവിതയോട് കൂടുതൽ ഒരു താല്പര്യം വന്നു തുടങ്ങി. അന്നത്തെ കാലത്ത് മാസികകളിലൊന്നും കവിതകൾ വന്നിരുന്നില്ല. കവിത വരുന്നത് ഒരേ ഒരു പേജിൽ ഒരു കവിതയായിരിക്കും വരിക, ചെറിയ ചെറിയ മാസികകളിലൊക്കെ. അങ്ങനെയുള്ള കവിതകൾ വായിക്കാനായിട്ട് മാത്രം ഞാൻ ആ പുസ്തകങ്ങൾ വാങ്ങിക്കുമായിരുന്നു, കവിതകൾ വായിക്കാൻ മാത്രമായിട്ട്. അപ്പോൾ കവിത വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതായത് ഒരു ഹാപ്പിനെസ്, ഒരു ട്രാങ്ക്വൽ ഫീലിംഗ്, അതായത് സമാധാനം, ശാന്തി, അത് മറ്റ് സാഹിത്യ രൂപങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നില്ല. അതാണ് കവിതയോടുള്ള ഒരു താല്പര്യം ഉണ്ടാകാനുള്ള കാരണം. പിന്നെ എൻ്റെ ബുക്കുകളിലൊക്കെ ഞാൻ ചെറിയ ചെറിയ കവിതകൾ എഴുതിയിടുമായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ കോളേജിലോട്ട് കടന്നപ്പോഴാണ് ONV സാറൊക്കെ ഞങ്ങളുടെ ഉൾക്കടൽ, അങ്ങനെയുള്ള വലിയ സംഭവങ്ങളുമായിട്ട് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ONV സാറിൻ്റെ ഇത്തിരി പൂവേ, ചുവന്ന പൂവേ, വഴിവക്കിൽ വയലിൽ വരമ്പിലെന്നുമ്മറ മുറ്റത്തൊരു കോണിലീറനണിഞ്ഞൊരു മുഗ്ധലജ്ജാവതീലാവണ്യമായി ഗൂഢസുസ്മിതമായി ഉഷസന്ധ്യ എൻ്റെ കുഗ്രാമഭൂമിതൻ സീമന്തരേഖയിൽ
ചാർത്തിയ മംഗല്യ കുങ്കുമമായ അങ്ങനെയുള്ള ആ കവിതയൊക്കെ ഞങ്ങൾക്ക് പഠിക്കാനിടയായത്. അപ്പോൾ ONV സാറിനെ വായിച്ചാണ് ഞാൻ കൂടുതൽ കവിതയെ അറിഞ്ഞതെന്ന് പറയാം. അതായത് കവിത ഇങ്ങനെയും ഉണ്ട്. പണ്ട് കാലത്ത് ചങ്ങമ്പുഴ കൂടുതൽ അലങ്കാരം, കൂടുതൽ ഗ്രാമീണ ഭംഗി, അതൊക്കെ കൂടുതൽ ആലങ്കാരികമായാണ് അവർ എഴുതിയിരുന്നത്. പിന്നെ വന്നത് വയലാർ. അതായത് വയലാറിൻ്റെ ഒരു കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങമ്പുഴയിൽ കുറേ കൂടി ഗഹനമാക്കി വയലാർ. അതായത് ചങ്ങമ്പുഴയുടെ പ്രകൃതി ഭംഗി തന്നെ വേറൊരു വിധത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു വയലാർ ചെയ്തത്. പക്ഷെ ഇത് ചങ്ങമ്പുഴ തന്നെ ഈ രമണൻ എഴുതിയത് അതൊരു വിലാപകാവ്യം എന്ന് പറയും. അതായത് പാസ്റ്ററൽ LG എന്ന് പറയും. അത് ഷെല്ലി കീറ്റ്സിന് വേണ്ടി എഴുതിയതാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. കീറ്റ്സിൻ്റെ മരണത്തിന് ശേഷം എഴുതിയ ഒരു വിലാപകാവ്യം. ആ വിലാപകാവ്യം അതൊരു ഗ്രാമീണ വിലാപകാവ്യം. അതിൻ്റെ ചുവട് വെച്ചാണ് ഇടപ്പള്ളിക്ക് വേണ്ടി ചങ്ങമ്പുഴ രമണൻ എഴുതിയത് ഒന്ന് വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അതിൽ നിന്നും ONVയിലോട്ട് എത്തി നിൽക്കുമ്പോൾ ONVയുടെ തുടക്കം ഇങ്ങനെ ഒരു ചെറിയൊരു നദി, ഒരു പർവ്വതത്തിൽ നിന്ന് ഉറവ പൊട്ടി ഒരു ഡ്രോപ്പ് വാട്ടർ അതിങ്ങനെ ഒഴുകി 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 ചെറിയ ഉറവയായി നദിയായി കടലായി വാങ്ങുന്ന പോലെ ഒരു ഭംഗി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് കൂടുതൽ കണ്ടംപററി സ്റ്റൈലായിരുന്നു അക്കാലത്തെ. അതായത് കൂടുതൽ അലങ്കാരം ഇല്ല, കൂടുതൽ ഗഹനതയില്ല, ഇൻ ബിറ്റ്വീൻ ഒരു സ്റ്റൈൽ, ഒരു ലാളിത്യവും എങ്കിലും അതിന് അന്തരാത്മാവിലൊരു സംഗീതവും ഒരു ഭംഗിയൊക്കെയുള്ള ഒരു നമ്മളെ ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൂടുതൽ ONV സാറിനെ വായിച്ചു. എനിക്ക് അമ്മ അപ്പം ഗിഫ്റ്റായിട്ട് അക്ഷരം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വൈലോപ്പള്ളി അവതാരിക എഴുതിയ ഒരു അക്ഷരം എന്ന് പറഞ്ഞ കവിതാ സമാഹാരം എൻ്റെ അമ്മ വായിച്ചിരുന്നു. വളരെ അതായത് 40 വർഷം പഴയ സമാഹാരമാണ്. ആ സമാഹാരം ONV സാറിനെ കാണാൻ പോയപ്പോൾ ഞാൻ ആ സമാഹാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി, ഇത്രമാത്രം പഴയ ഒരു പുസ്തകവുമായി ഒരാൾ മുന്നിൽ വരിക. ONV സാറിനെ കാണാനിടയായത് വളരെ യാദൃശ്ചികമായിട്ടാണ്. പിന്നെ എൻ്റെ ഒരു ജീവിതത്തിൽ എല്ലാം വളരെ യാദൃശ്ചികമായിട്ടുണ്ടായതാണ്. പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ അതൊന്നും നടക്കില്ല. അപ്പോൾ എൻ്റെ ഈ സാഹിത്യത്തോടുള്ള സ്നേഹവും സാഹിത്യത്തോടുള്ള ആദരവും എല്ലാം ഒരു പീരീഡിൽ നിന്നുപോയി എന്ന് പറയാൻ പറ്റില്ല. ഉള്ളിൽ ഉണ്ടായിരുന്നു കവിത. പക്ഷേ ആ കവിത സ്കൂൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സ്കൂളിൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. മൗണ്ട് കാർമൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ. അപ്പോൾ അവിടെ ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. അതായത് ഒരു ഫ്ലോർ മുഴുവൻ ലൈബ്രറി ആയിരുന്നു. ലോക ക്ലാസിക്കുകളുടെ തൊട്ടൊക്കെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിക്കാൻ ഞങ്ങൾ പുസ്തകങ്ങൾ എടുക്കാം. ഞങ്ങളുടെ ഗ്രാമത്തിൽ, ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഗ്രാമത്തിൽ അന്ന് സോമശേഖരൻ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം മൈസൂരിലെ ഒരു പഞ്ചസാര മില്ലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി ഒരിക്കൽ നഷ്ടമായപ്പോൾ അദ്ദേഹം ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്ന് സ്ഥിരമായി ഗ്രാമത്തിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എന്നോട് എപ്പോഴും പറയും, സ്കൂൾ ലൈബ്രറിയിൽ ഞങ്ങൾക്ക് കാർഡുണ്ട്, അതിൽ 3 പുസ്തകങ്ങൾ എടുക്കാം ഒരു മാസം. അപ്പം ആ പുസ്തകത്തിന് എടുക്കാനായി എന്നോട് കയറ്, SK പൊറ്റക്കാടിൻ്റെ ദേശത്തിൻ്റെ കഥ, ഇങ്ങനെ വളരെ ഗഹനമായ സാഹിത്യ സൃഷ്ടികളൊക്കെ എന്നോട് എടുത്തു തരാൻ പറയും. ഇതൊക്കെ ഞാൻ എടുക്കും, വലിയ വലിയ പുസ്തകങ്ങളാണ്. അപ്പം ഇതൊക്കെ എടുത്ത് അദ്ദേഹത്തിന് വായിക്കാൻ കൊടുക്കുമ്പോൾ വായിച്ചിട്ട് ഇദ്ദേഹം പറയും, വളരെ നല്ല പുസ്തകമാണ്. അപ്പം ഇദ്ദേഹം നല്ല പുസ്തകമാണ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിക്കും. എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത്, അതായത് സ്കൂൾ കുട്ടികൾക്കൊന്നും അത്രമാത്രം ഗഹനമായ സാഹിത്യം മനസ്സിലാവില്ല. എങ്കിലും ഞാനിത് വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ, സ്കൂളെന്ന് വെച്ചാൽ വളരെ ഒരു നല്ല സ്കൂളായിരുന്നു. അപ്പം നമ്മൾ ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ 7ാം ക്ലാസ്സിൽ തന്നെ ഞങ്ങളെ സ്കൂളിൽ വെച്ച് ഡ്രാമ പോലെ ചെയ്യിക്കുമായിരുന്നു. ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ആക്ട് ചെയ്യിക്കും. ഓരോ ക്യാരക്ടേഴ്സായിട്ട് നമ്മളെ സ്കൂൾ ക്ലാസ്സിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുകയും അങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യത്തിലും നമ്മൾക്ക് വേണ്ടി ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ തന്നെ വളരെയധികം കൾച്ചറലി മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ പ്രത്യേകത വെച്ചാൽ അവിടെ ആർട്സിനും സ്പോർട്സിനും പിന്നെ പഠനത്തിനും വളരെ
പ്രാമുഖ്യം കൊടുത്തിരുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട്. അങ്ങനെ 4ആയിട്ട് തിരിക്കുന്ന യൂത്ത് ഫെസ്റ്റിവൽ 4 ഗ്രൂപ്പുകളുണ്ട്, ലിലി, ലോട്ടസ്, സൺഫ്ലവർ, റോസ് എന്ന് പറയുന്ന. അപ്പോൾ ഇതിന് മാർക്ക് കിട്ടാനായിട്ട്, നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടാനായി നമ്മളൊക്കെ എല്ലാ മത്സരത്തിനും ചേരും. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവിടെ ഒരു മത്സരം നടക്കുന്നത്, കവിതയ്ക്ക് മത്സരം നടക്കുന്നത്. ഡ്രാമ, ഡാൻസ്, അങ്ങനെയുള്ള വളരെയധികം കോമ്പറ്റീഷൻ നടന്നപ്പോൾ 10ാം ക്ലാസ്സിൽ ഒരു കവിതാ മത്സരം നടന്നു. ആ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു. നമ്മുടെ സ്കൂളിനെ പറ്റി എഴുതാനാണ് അന്നത്തെ ടോപ്പിക്ക് നമുക്ക്. അപ്പം നമ്മുടെ നല്ലൊരു പട്ടണമായ കോട്ടയത്ത് വിലസുന്ന സുന്ദരമാം എൻ്റെ സ്കൂളിൽ നല്ല പഠനം എന്ന് പറഞ്ഞ് ഞാനൊരു കവിത എഴുതി. അപ്പം വൃത്തത്തിൽ എഴുതുന്ന നിബന്ധന ഉണ്ടല്ലോ, അപ്പം നദോന്നത വൃത്തത്തിലാണ് എഴുതണമെന്ന് പറഞ്ഞത്. അപ്പം നദോന്നത വൃത്തത്തിൽ നമ്മൾ വൃത്തമൊക്കെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നദോന്നത വൃത്തത്തിൽ എഴുതിയ വഞ്ചിപ്പാട്ടിൻ്റെ സ്റ്റൈലിൽ അത് എഴുതിയ അത് 1ാം സമ്മാനം എനിക്ക് കിട്ടി. ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല സമ്മാനം കിട്ടുമെന്ന്. അങ്ങനെ എനിക്ക് 1ാം സമ്മാനം കവിതയ്ക്ക് കിട്ടി. അവിടെ നിന്നാണ് തുടക്കം. അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്കൊരു ബ്രേക്ക് ഉണ്ടായി. കോളേജിൽ പഠിച്ച കാലത്ത് ഞാൻ കവിതകൾ എഴുതുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വനിതാ കമ്മീഷനിലൊക്കെ ജോലി ചെയ്യുന്ന പ്രമീളാദേവി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി, ചങ്ങമ്പുഴയൊക്കെ വളരെയധികം ആരാധിച്ചിരുന്നൊരു എഴുത്തുകാരിയാണ്. അവർ ഞങ്ങളുടെ അടുത്തുള്ള BCM കോളേജിലായിരുന്നു. അവിടെ ജീവിതം ഹോരോത്തുങ്ക തരംഗ ഭയാനക സാഗരം തിങ്ങിയിടുന്ന സമുദ്രം എന്ന് പറഞ്ഞ് വളരെയധികം ഒരു നല്ല കവിത എഴുതി. അപ്പോൾ CJ മണ്ണുമൂട് സാറൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാറൊക്കെ ആയിരുന്നു ജഡ്ജ് ചെയ്യുന്ന ഈ മത്സരങ്ങൾക്ക്. അപ്പം അങ്ങനെ പ്രമീളാദേവിക്ക് 1ാം സമ്മാനം കിട്ടി. അപ്പോൾ പ്രമീളാദേവിയുടെ കവിതകൾ ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആരാധന അവരോടും ഉണ്ടായിരുന്നു എനിക്ക്. പിന്നീട് അങ്ങനെ കവിതയോടും എനിക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു, മനസ്സിൽ കവിത ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിൽ അന്ന് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ ലെക്ചററായിട്ട് ബാംഗ്ലൂരിലോട്ട് വന്നു. അങ്ങനെ ചേച്ചിയുടെ കൂടെയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. കവിത ഉള്ളിലുണ്ട്, പക്ഷെ കവിത പുറത്തെടുക്കാൻ ഒരവസരം എനിക്ക് കിട്ടിയിരുന്നില്ല. കവിത വായിക്കുമായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്ന ഇടയ്ക്കാണ് നാരായണത്ത് ഭ്രാന്തനുമായിട്ട് നമ്മുടെ മധുസൂദനൻ നായർ കാസറ്റുമായിട്ട് വന്നു ചേർന്നത്. അങ്ങനെ ഒരു കാസറ്റ് കിട്ടുകയും ആ കാസറ്റ് കേൾക്കാനിടയാകുകയും ചെയ്തപ്പോൾ ഉള്ളിലിരുന്ന് കവിത വീണ്ടും എന്നെ അന്വേഷിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആ കവിത ഒക്കെ ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി, ഈശ്വര വിലാപം എന്നൊക്കെയുള്ള വാക്കുകൾ, പിന്നെ 12 മക്കളെ പെറ്റൊരമ്മേ, അങ്ങനെ അതൊക്കെ വായിച്ച്, പിന്നെ അമ്മ തൻ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ, ഇതൊക്കെ വായിച്ച് കവിത എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് എന്നൊരു തോന്നലുണ്ടായെങ്കിലും എഴുതാൻ പറ്റിയില്ല. താങ്കളുടെ പിതാവ് മാങ്ങാനം രാമപിഷാരടി പ്രശസ്തനായ കഥകളി നടനാണ്. താങ്കളുടെ കൺമുമ്പിൽ കണ്ട അദ്ദേഹത്തിൻ്റെ കഥകളി കലാകാരൻ എന്നുള്ള നിലയ്ക്കുള്ള ജീവിതം, അന്നത്തെ താങ്കളുടെ അനുഭവങ്ങൾ, കഥകളി കണ്ട അനുഭവങ്ങൾ, ഇവയെപ്പറ്റിയൊക്കെയുള്ള ഓർമ്മകൾ പങ്കുവച്ചാൽ നന്നായിരുന്നു. അച്ഛൻ്റെ കഥകളി ജീവിതം എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ തറവാടിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വലിയ തറവാടായിരുന്നു. എങ്കിലും അന്നത്തെ കാലത്ത് അമ്മാവന്മാരൊക്കെ ഭരിച്ചിരുന്ന കാലമായതുകൊണ്ട് അധികം എഡ്യൂക്കേഷൻ അച്ഛന് കിട്ടിയില്ല. 4ാം ക്ലാസ് വരെ അച്ഛൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഫർദറായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയില്ല അന്നത്തെ കാലത്ത്. പക്ഷേ അച്ഛനപ്പോൾ കഥകളി പഠിക്കാൻ ഒരു താല്പര്യം ഉണ്ടാകുക. അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ മാങ്ങാനം കൃഷ്ണപിള്ള ആശാൻ എന്ന് പറഞ്ഞൊരു ആശാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആശാൻ്റെ അടുത്ത് പോയി കഥകളി പഠിച്ചു അച്ഛൻ. അപ്പോൾ ആശാനൊരു കളിയോഗമുണ്ട്. അപ്പോൾ കളിയോഗം അപ്പോൾ അച്ഛൻ ആദ്യം പഠിച്ചു നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഒരു ശ്രീ കലാനിലയം എന്നും പറഞ്ഞ് ഒരു കഥകളി സ്കൂൾ തുടങ്ങി. അപ്പോൾ അച്ഛനായിരുന്നു അതിൻ്റെ മെയിനായിട്ട് അതിന് അവിടെ എല്ലാം അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു കൊടുത്തിരുന്ന. അതിനോട് പ്രശസ്തരായ വളരെയധികം കലാകാരന്മാരും അതിനോട് ചേർന്നു. അതായത് രാമവാര്യർ എന്ന് പറഞ്ഞ മദ്ദള വിദഗ്ധൻ, കുറൂർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ വലിയ തിരുമേനി, കുറൂരിൻ്റെ വലിയ വാസുദേവൻ നമ്പൂതിരി, ചെറിയ വാസുദേവൻ നമ്പൂതിരി ചെണ്ട വിദഗ്ധനാണ്. വലിയ കുറൂരാശാൻ കഥകളി നടനായിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ ചേർന്ന ഒരു കാലഘട്ടത്തിൽ അച്ഛൻ വേഷങ്ങൾ ധാരാളം കെട്ടിയിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ കഥകളി ശ്രീകലാനിലയം തുടങ്ങുകയും പക്ഷെ അത് അധികം നാളെ നീണ്ടുപോയില്ല. കഥകളിലുള്ള താല്പര്യം അധികം അക്കാലത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇവരൊക്കെ ആ വേഷം കഴിയുമ്പോൾ ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ വരികയും അവിടെ എപ്പോഴും കലയെ പറ്റിയുള്ള ഒരു
സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാവുകയും കഥകളിയിൽ നടക്കുന്ന ചില രസകരമായ കാര്യങ്ങൾ ഞങ്ങൾ അറിയുകയൊക്കെ ചെയ്യുന്നത് അച്ഛനെ വഴിയാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് കോട്ടയത്ത് ഒരു കഥകളി ക്ലബ്ബ് തുടങ്ങുന്നത്, കളിയരങ്ങ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് തുടങ്ങുന്നത് 1974 തോന്നുന്നു ആ ക്ലബ്ബ് തുടങ്ങിയത്. അപ്പോൾ അത് തുടങ്ങാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് അച്ഛൻ. പള്ളം ചന്ദ്രൻ എന്ന ഒരു കഥകളി സ്നേഹിയും അതിൻ്റെ അച്ഛനും ഒക്കെ കൂടെ ചേർന്ന് ആണ് ഇതിന് മുൻകൈ എടുത്തത്. അപ്പോൾ ഈ കഥകളി ക്ലബ്ബിൽ ആദ്യകാലത്ത് മെമ്പേഴ്സ് ഒന്നും ഇല്ല, 25 രൂപയാണ് ആ ഫീസ്. അപ്പോൾ കലാകാരന്മാരെ കൊണ്ടുവരാനായിട്ട് അന്നത്തെ കാലത്ത് കഥകളി നടന്മാർക്ക് പൈസ കിട്ടുകയില്ല. കല ചെന്ന് ഉപാസിക്കുക, അമ്പലങ്ങളിൽ കളിക്കുക. രാജഭരണത്തിൻ്റെ ഇൻഡിപെൻഡൻസിന് ശേഷം രാജഭരണം അവസാനിച്ചപ്പോൾ കലാകാരന്മാരുടെ അവസ്ഥ വളരെ മോശമായി അന്നത്തെ കാലത്ത്. അപ്പം കഥകളി അമ്പലത്തിൽ കളിച്ചാൽ കിട്ടുന്നത് 10 രൂപ, 20 രൂപ, മാക്സിമം 100 രൂപയാണ് ഒരു വലിയ കലാകാരന് കിട്ടിയിരുന്നത്. അപ്പോൾ ഈ 10 രൂപ 20 രൂപ കൊടുത്തിട്ട് 10 രൂപ അവർ സംഭാവനയായിട്ട് തിരികെ വാങ്ങിക്കുന്ന കാലമാണ്. അപ്പം അങ്ങനെ എങ്കിലും അവർ കഥകളിയെ ഉപാസിച്ചിരുന്നു. അങ്ങനെ അപ്പോൾ അച്ഛൻ്റെയൊക്കെ താല്പര്യപ്രകാരം കളിയരങ്ങിൻ്റെ ആ ക്ലബ്ബ് വളരെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയും അച്ഛൻ തന്നെ പല കഥകളി സുഹൃത്തുക്കളെയും, അതായത് കഥകളി ലോകത്തുള്ള സുഹൃത്തുക്കളെയും ഈ ക്ലബിലേക്ക് ബസ് ചാർജ് മാത്രം വാങ്ങിച്ച് വന്ന് കഥകളി കളിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനേകം സ്നേഹത്തോടെയുള്ള ഒരു ക്ഷണം സ്വീകരിച്ച് വന്ന കഥകളി എല്ലാ മാസവും ഈ കഥകളി ഒരു പ്രോഗ്രാമായിട്ട് അവർ നടത്തുക. ഇതൊരു ക്യാപ്സ്യൂൾ കഥകളിയാണ്. പണ്ടത്തെ കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി കാലം മുഴുവൻ ഇരുന്ന് രാവിലെ വെളുക്കുന്ന വരെയുള്ള കഥകളിയാണ്. പക്ഷേ ഇതൊരു ക്യാപ്സ്യൂൾ കഥകളിയാണ്. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറിനകം കഥകളി തീരും. ഒരു 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 9 മണി 9:30 ആകുമ്പോൾ ഈ കഥകളി തീരും. അങ്ങനെയുള്ള ഒരു സെറ്റിലാണ് ആ കഥകളി നടന്നത്. മാമൻ മാപ്പിള ഹാളിലായിരുന്നു ഈ കഥകളി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ എല്ലാ മാസവും കഥകളി വരുമ്പോൾ ഞങ്ങൾ പോയി എല്ലാ കഥകളും കാണും. അങ്ങനെ എല്ലാ കഥകളികളും കണ്ടിട്ടുണ്ട്. എല്ലാ കഥകളികളും കാണുകയും അനേകം പ്രശസ്തരായ കലാകാരന്മാരെ പരിചയപ്പെടുകയും കാണാൻ സാധിക്കുകയും, അതായത് കൃഷ്ണൻ നായർ, മാങ്കുളം വിഷ്ണു നമ്പൂതിരിയൊക്കെ അച്ഛൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഒന്നിച്ച് കുട്ടികളായിരുന്ന കാലത്തും ഞങ്ങൾ ഒന്നിച്ച് അച്ഛൻ്റെ കൂടെ ഇവരുടെയൊക്കെ കൂടെ വേഷം കെട്ടുന്ന സ്റ്റേജിൽ പോയി കാണുക, കഥകളി കളിച്ചു കഴിയുമ്പം അവിടെ നടക്കുന്ന രസകരമായ ഓരോ സംഭവങ്ങൾ പറയുക. ഇതെനിക്ക് ബേസിക്കലി എല്ലാവരും, ഞാൻ വീണ പഠിച്ചിട്ടുണ്ട് 14 വർഷം. അപ്പം എനിക്ക് ബേസിക്കലി കിട്ടുന്ന താളമുണ്ട്. ഒരു താളം എന്തുകൊണ്ട് കിട്ടുന്നത് വെച്ചാൽ എനിക്ക് ആ കഥകളിയുടെ താളമാണ് കിട്ടുന്നതെന്നാണ് എന്നോട് പലരും പറഞ്ഞിരിക്കുന്നത്. അതായത് കഥകളിയുടെ ബേസിക് ആ താളം അത് നമ്മുടെ ഒരു സബ് കോൺഷ്യസ്ലി നമ്മളിൽ വന്നു ചേരും. അതുകൊണ്ടാണ് താളത്തിൽ എനിക്ക് കൂടുതലുണ്ട്. പക്ഷെ ശ്രുതിയിൽ ഞാൻ പുറകോട്ട് ഒത്തിരി പോയാലും താളം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എന്നോട് എല്ലാവരും പറയാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ കവിതയുടെ താളം, ബേസിക് താളം അതായിരിക്കും. അതായത് നമ്മൾക്ക് കിട്ടുന്ന കഥകളി, അച്ഛൻ്റെ കയ്യിൽ കഥകളി പദത്തിൻ്റെ വലിയ വലിയ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വളരെ നല്ല സാഹിത്യത്തിൽ എഴുതിയ, വളരെ അതിലെ രാഗം, അതിലെ പദങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ ചൊല്ലി നടക്കുമായിരുന്നു. അതായത് നിന്നുடைய പ്രാണസഖിയോട് നാഗർണനം ചെയ്യുക, കർണശബദം, ഇതൊക്കെ കർണശബദത്തിലെ അവസാന സീന, അങ്ങനെ ഓരോരോ പദങ്ങളൊക്കെ നമ്മൾക്ക് ബൈഹാർട്ടായിരുന്നു. അച്ഛൻ്റെ പുസ്തകം വായിച്ച് പല പദങ്ങളും ബൈഹാർട്ടായിരുന്നു. അപ്പം ഈ ഒരിക്കലും ഞങ്ങളുടെ കോളേജിലൊരു കഥകളി ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണൻ നായർ ആശാനായിരുന്നു നളനായിരുന്നത്, അച്ഛനായിരുന്നു കലി. അങ്ങനെ അവർ രണ്ടിലുള്ള ആ കോമ്പിനേഷനൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ മാത്തൂർ ഗോവിന്ദൻകുട്ടി ആശാൻ, അതായത് മാത്തൂർ കളരിയിലെ പ്രഗത്ഭനായ ആശാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുന്തി, കർണശബദത്തിലെ കുന്തി ഇന്നും ആർക്കും അതിൻ്റെ അടുത്തുപോലും എത്താൻ പറ്റില്ല. അത്രമാത്രം പ്രാഗൽഭ്യത്തോടെയാണ് അദ്ദേഹം കുന്തി ചെയ്തിരുന്നത്. അതും കർണനായി അന്ന് ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല കർണശബ്ദം കലാമണ്ഡലം കരുണാകരൻ എന്നൊരു നടൻ. ആ നടൻ്റെ കർണനും മാത്തൂരാശാൻ്റെ കുന്തിയും, ഇവരെ ആ കർണശബ്ദമാണ്. കർണശബ്ദത്തിന് ഏറ്റവും മനോഹരമായ ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിരിക്കുന്നത് കളിയരങ്ങിലാണ്. അത് കളിയരങ്ങിൽ എല്ലാ വർഷവും ഒരു ആനുവൽ ഉണ്ടാകും. ആനുവലിൽ രാത്രി മുതൽ മുഴുവൻ വെളുക്കുന്ന വരെയുള്ള കഥകളി ഉണ്ടാകും. അപ്പോൾ എംബ്രാന്തരി ആശാൻ, ഹൈദരാലി, പിന്നെ ഹരിദാസ്, വെൺമണി ഹരിദാസ്, കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ, കലാമണ്ഡലം പിന്നെ രാമൻകുട്ടി ആശാൻ,
ഇങ്ങനെയുള്ള അതീവ പ്രഗത്ഭരായ കഥകളി രംഗത്തെ അതീവ പ്രഗത്ഭരായ എല്ലാവരുടെയും വേഷങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. ഈ അച്ഛൻ്റെ കൂടെ നടന്നതുകൊണ്ടുണ്ടായ ഭാഗ്യം മാത്രമാണ്. പിന്നെ അച്ഛൻ്റെ ഒരു ശിഷ്യനുണ്ടാണ്, കലാനിലയം ഗോപാലകൃഷ്ണൻ. അച്ഛനാണ് കലാനിലയത്തിലോട്ട് ലെറ്റർ കൊടുത്ത് അവിടെ പോയി പഠിക്കണം എന്ന് പറഞ്ഞു. അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന ആളാണ് കലാനിലയം ഗോപാലകൃഷ്ണൻ. പ്രഗത്ഭനായ ഒരു കഥകളി നടനാണ് അദ്ദേഹം. പിന്നെ കഥകളിയെ പറ്റി പറയുമ്പോൾ നമ്മളുടെ ഒരു ജീവിതത്തിൽ കഥകളി വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കവിതയ്ക്ക് ഒരു വളരെയധികം ഈ കലാകാരന്മാർ സത്യത്തിൽ അന്നത്തെ കാലത്ത് ഉപാസിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരു അവർക്കതിൽ നിന്ന് പ്രോഫിറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കഥയിന്നാണ് പിന്നെ കലാമണ്ഡലത്തിൽ നിന്നുള്ളവർക്ക് വിദേശ പര്യടനങ്ങൾ, അങ്ങനെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിക്കുന്ന കഥകളി കലാകാരന്മാർക്ക് വിദേശ പര്യടനങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന എനിക്ക് അക്കിത്തത്തിനെ കാണാൻ സാധ്യമായത് തന്നെ അച്ഛൻ്റെ സുഹൃത്തായ മദ്ദള വിദഗ്ധൻ രാമവാര്യൻ, അച്ഛൻ്റെ മകൻ രാമചന്ദ്ര വാര്യർ, കലാനിലയം ബാബു എന്ന് പറയും. ഈ ബാബു ചേട്ടനാണ് എന്നെ അക്കിത്തത്തിൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് എനിക്ക് അവതാരിക വാങ്ങിച്ചത്. നിർബന്ധിച്ചെന്ന് വെച്ചാൽ എന്നെ നിർബന്ധിച്ചു. ഞാൻ പോകാതിരുന്നിട്ടും അക്കിത്തത്തിനെ കാണണം, മഹാവിയെ കാണണം, അനുഗ്രഹമാണെന്ന് എന്നെ നിർബന്ധിച്ചത് അച്ഛൻ്റെ ഒരു കണക്ഷൻ വഴിയാണ്. എൻ്റെ അച്ഛനോടുള്ള ബഹുമാനം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു ഫാമിലി പോലെ കഴിഞ്ഞിരുന്നതാണ്. അതുതന്നെയല്ല, എൻ്റെ അച്ഛൻ ആദ്യം കൊട്ടിയിരുന്ന മദ്ദളമാണ് ആദ്യം പഠിച്ചിരുന്നത്. കഥകളി മദ്ദളം ചെയ്യാനാണ് അച്ഛൻ ഇരുന്നിരുന്നത്. അപ്പം മദ്ദളം പണ്ടത്തെ കാലത്ത് ബസ്സസ് ഒന്നുമില്ല. അപ്പം ഈ കളിയോഗം എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. വലിയൊരു തടിപ്പെട്ടി ഉണ്ട്, അതായത് വലിയൊരു പെട്ടിയാണ്. അതിനകത്താണ് ഈ തോൾവളകൾ, ആടയാഭരണങ്ങൾ, കഥകളി കച്ച ഇതെല്ലാം നിറച്ചു വെക്കുന്ന. അത് ബസ്സിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ പിടിവണ്ടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിൽ പിടിവണ്ടിയിൽ വെച്ചിട്ട് 2-3 ആളുകളെ ഉന്തിക്കൊണ്ട് പതുക്കെ ഉന്തിയാണ് ഓരോ സ്ഥലത്ത് എത്തിക്കുന്നത്. അതൊക്കെ വളരെ മദ്ദളം കൊണ്ട് ബസ്സിൽ കയറാൻ ചെന്നാൽ ബസ്സിലൊന്നും കയറി യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അച്ഛൻ മദ്ദളം മാറ്റി വേഷത്തിലോട്ട് തന്നെ തിരിഞ്ഞു. പിന്നെ അച്ഛന് പഞ്ചവാദ്യം അറിയായിരുന്നു. പഞ്ചവാദ്യത്തിൽ ഇലത്താളം അച്ഛൻ വളരെ നന്നായിട്ട് കൊട്ടുമായിരുന്നു. അപ്പോൾ പഞ്ചവാദ്യത്തിൽ അച്ഛനൊക്കെ ഇലത്താളം കൊട്ടാൻ വരുമ്പോൾ കഥോത്സവത്തിന് വരുന്ന മറ്റ് ജൂനിയർ അവർ പറയും, ആശാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. പക്ഷെ കഥകളിയുടെ താളം എന്ന് പറയുന്നത് അതൊരു അവരുടെ ചിട്ട പഠിക്കുന്നതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കാണ് അവർ പഠിക്കുന്നത്. അതിനൊക്കെ കൊട്ടി കഴിയുമ്പോൾ ഇവർക്ക് താളത്തിൻ്റെ ആ ഒരു അവരുടെയൊക്കെ ലെവൽ തന്നെ വേറെയാണ്. കഥകളിയുടെ മേളപ്പദം, തായമ്പക ഇതൊക്കെ കഥകളിയിൽ വരുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ഇതുണ്ടാവും. അതൊക്കെ എന്നെ വളരെയധികം അച്ഛൻ്റെ കലാസപര്യ എന്ന് പറയുന്നത് എന്നെ വളരെയധികം അച്ഛൻ്റെ കൂടെ കണ്ട കഥകളികൾ. സത്യത്തിൽ ഞാനൊക്കെ കുട്ടിയായിരുന്നു, ഇത്രയും ഉള്ളപ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ കഥകളി കാണാൻ വെറുതെ പോകും. എന്നിട്ട് മേക്കപ്പ് റൂമിലൊക്കെ പോയി ഉറങ്ങുമ്പോൾ കഥകളി വേഷങ്ങളൊക്കെ ഇങ്ങനെ കുറൂരാശൻ വലിയ കത്തി വേഷം. അപ്പം കുറൂരാശൻ എപ്പോഴും കത്തി വേഷങ്ങളെ കിട്ടുള്ളൂ, അതായത് ദുര്യോധനൻ അങ്ങനെയുള്ള വലിയ വലിയ വേഷങ്ങൾ. അപ്പം വലിയ ഇങ്ങനെയുള്ള കത്തിയായിട്ടൊക്കെ വന്ന് നമ്മുടെ മുന്നിൽ നിന്റെ മൂക്ക് പിഴുതെടുക്കും എന്നൊക്കെ പറയുമ്പോൾ പേടിച്ച് വിറച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എങ്കിലും കഥകളി കാണാൻ പോവുമായിരുന്നു. അങ്ങനെ അനേകം കോട്ടയ്ക്കൽ ശിവരാമാശാൻ അങ്ങനെ പല പല കഥകളികളും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വേഷക്കാരുടെ പേര് ഞാൻ പറയാത്തതും അത്രമാത്രം കഥകളികൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ 74 സ്കൂൾ കാലം തൊട്ട് ഞങ്ങൾ കേരളത്തിലുണ്ടായിരുന്ന കാലം മുതൽ കളിയരങ്ങിൽ പോയി കഥകളി കാണാറുണ്ടായിരുന്നു. കളിയരങ്ങ് എല്ലാ വർഷവും അച്ഛൻ്റെ പേരിൽ മാങ്ങാനം രാമപിഷാരടി അവാർഡ് എന്ന പേരിൽ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ അത്രമാത്രം ആത്മാർത്ഥതയോടെ കളിയരങ്ങിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് ഉള്ള അച്ഛനോടുള്ള ഒരു ബഹുമാനമായിട്ട് അവർ മാങ്ങാനം രാമപിഷാരടി അവാർഡ് ഇന്നും കൊടുക്കുന്നുണ്ട്. പല അവാർഡുകളും ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിട്ടുണ്ടെങ്കിലും കളിയരങ്ങ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ അവാർഡ് ഇതുവരെ നിന്ന് പോയിട്ടില്ല എന്നാണ്. താങ്കളുടെ കലാശാല വിദ്യാഭ്യാസം, തുടർന്ന് ബാംഗ്ലൂരിലേക്കുള്ള വരവ്, പിന്നീടുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ, സാഹിത്യ രംഗത്തേക്കുള്ള ഉറച്ച കാൽവയ്പ്പുകൾ, ഇവയെപ്പറ്റിയൊക്കെയുള്ള താങ്കളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ 10th വരെ പഠിച്ച മൗണ്ട് കാർമലിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് പണ്ടേ മാത്സിൽ അത്ര താല്പര്യമില്ലായിരുന്നു, കണക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് PUC ചെയ്യുമ്പോൾ സയൻസ് വിഷയങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് ആർട്സാണ് എടുത്തത്.
അങ്ങനെ എടുത്തപ്പം ആർട്സ് എടുത്ത PUC ചെയ്തു. ബസേലിയസ് കോളേജിലാണ് ആദ്യം ചെയ്തത്. അത് ബസേലിയസ് കോളേജ്, എൻ്റെ വീട്ടിലൊക്കെ ഗേൾസ് കോളേജിൽ മാത്രമേ ചേരാവുള്ളൂ. BCM കോളേജ് അന്നത്തെ വിമൻസ് കോളേജ് ആയിരുന്നു, അവിടെ മാത്രമേ ചേരാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് പഠിക്കേണ്ട വിഷയം ഇല്ലായിരുന്നതിനാലാണ് ഞാൻ ബസേലിയസ് കോളേജിൽ ചേർന്നത്. അവിടെ 2 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എക്കണോമിക്സ്, പിന്നെ എനിക്ക് എക്കണോമിക്സ് എടുത്ത് ഞാൻ CMS കോളേജിൽ ഡിഗ്രി എക്കണോമിക്സിന് ചേർന്നു. എക്കണോമിക്സ് അവിടെയാണ് ഞാൻ മൈക്രോ എക്കണോമിക്സ് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് പഠിച്ചത്. അങ്ങനെ മൈക്രോ എക്കണോമിക്സിന് എനിക്ക് 2nd റാങ്ക് കിട്ടി യൂണിവേഴ്സിറ്റി ലെവലിൽ. അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അതിപ്രഗത്ഭനായ ഒരു RV ജോസ് സാറാണ്. അദ്ദേഹം ഡോക്ടറേറ്റ് ഹോൾഡറാണ്. അദ്ദേഹത്തിൻ്റെ വളരെയധികം നോളജുള്ള ഒരു സാറായിരുന്നു മൈക്രോ എക്കണോമിക്സ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തക പ്രകാശനത്തിൽ ഈ സാറ് വന്നിരുന്നു. അതിലോട്ട് ഞാൻ വരാൻ കോളേജ് തീർന്നു കഴിയുമ്പോൾ, അപ്പോൾ കോളേജിൻ്റെ ഈ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഉള്ള സാഹചര്യങ്ങളല്ല. എന്നു വെച്ചാൽ ലേഡീസ് അന്നത്തെ കാലത്ത് ബസ് ഫെസിലിറ്റീസ് കുറവാണ്, ഇലക്ട്രിസിറ്റി, അതായത് സിറ്റി ലൈഫ് അല്ല നമ്മുടെ ഗ്രാമത്തിലുള്ളത്. ഒരു 5 മണി 6 മണിയാകുമ്പോൾ എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തിയിരിക്കണം. 7 മണിയാകുമ്പം ഇരുളാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും പോകാനുള്ള അനുവാദങ്ങളില്ല. നമ്മുടെ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ 5 മണിക്ക് വീട്ടിലെത്താൻ സാധ്യമാകുന്ന വിധത്തിലുള്ള തരത്തിൽ നമ്മൾ പുറത്തു വരെ പോകാൻ പറ്റുള്ളൂ. ഒരിക്കലും എനിക്ക് എൻ്റെ ചേച്ചി പബ്ലിക് ലൈബ്രറിയിൽ പോയപ്പോൾ കുറച്ച് താമസിച്ചു വരാൻ. അല്പം 6 മണി ആയപ്പോൾ ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയ ഒരു ഓർമ്മയുണ്ട്, എവിടെ പോയി എന്നറിയാനായിട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനീ പഠിച്ച സമയത്ത് എൻ്റെ കോളേജിൽ എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞപ്പം അവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി എക്കണോമിക്സ് ഇല്ലായിരുന്നു. അന്ന് എക്കണോമിക്സ് ഒരു പുതിയ സബ്ജക്റ്റായിട്ട്, അതായത് ഒരു സയൻസ് ആണോ എക്കണോമിക്സ് അതോ ആർട്സ് ആണോ എന്നൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ടായിരുന്നു. ആ സമയം എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ മാസ്റ്റേഴ്സ് എക്കണോമിക്സ് ഇല്ലായിരുന്നു. അപ്പം SB കോളേജിലുണ്ട് ചങ്ങനാശ്ശേരിയിൽ. അവിടം വരെ പോയി പഠിച്ച് തിരികെ വരിക എന്നൊരു വൈഷമ്യം പ്രത്യേകിച്ച് ഞങ്ങൾ പെൺകുട്ടികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് CMS കോളേജിൽ അക്കാലത്ത് ഡിഗ്രി പഠിച്ച കോളേജിൽ തന്നെ മാസ്റ്റേഴ്സിന് സോഷ്യോളജിക്ക് കിട്ടി. സോഷ്യോളജി നല്ലൊരു കോഴ്സായിരുന്നു സോഷ്യോളജി. എനിക്ക് ആ ക്യാമ്പസ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം. ഞങ്ങൾക്ക് വളരെയധികം രസകരമായ സംഭവങ്ങൾ ആ കോളേജിലുണ്ട്. മമ്മൂട്ടി വന്നത്, ആർട്സ് ഫെസ്റ്റിവൽ, പിന്നെ അങ്ങനെയുള്ള വളരെയധികം ഒരു നല്ലൊരു കോളേജ് ക്യാമ്പസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാംഗ്ലൂരിലോട്ട് വരികയാണ് ഉണ്ടായത്. ബാംഗ്ലൂരിലെത്തിയത് ശേഷം ബാംഗ്ലൂരിൽ പ്രധാനമായിട്ടും വന്നത് ഒരു ജോലി കിട്ടുക. നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടുക? അപ്പം എൻ്റെ അന്ന് CMS കോളേജിൽ മാസ്റ്റേഴ്സിന് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉണ്ടായിരുന്നു. എനിക്കത് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ റിലേഷൻ എടുത്ത് ഏതെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആ വർഷം തുടങ്ങിയത് കൊണ്ട് ഞാൻ ഡിഗ്രി പഠിച്ചിറങ്ങിയ വർഷം തുടങ്ങിയതുകൊണ്ട് എല്ലാവരും ഡിസ്കറേജ് ചെയ്തു, അവിടെ പോകരുത്, ഇപ്പോൾ അതിന് ജോലി ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല, അതിൽ നല്ലത് സോഷ്യോളജി എടുക്കുകയാണ്. അങ്ങനെയാണ് സോഷ്യോളജി എടുത്തത്. ആ സോഷ്യോളജി എടുത്തതിന് ശേഷം നാട്ടിൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ചെറിയ ജോലികൾ കിട്ടും. അപ്പോൾ എൻ്റെ ചേച്ചി അപ്പോൾ ഇവിടെ കോളേജിൽ ലെക്ചറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാനിവിടെ വന്ന് ചെറിയ കോഴ്സുകളൊക്കെ പഠിച്ചു. അങ്ങനെ BPL ജോലി കിട്ടി. ആദ്യം ഒരു ചെറിയ കമ്പനിയിൽ ചെറുതായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ BPLൻ്റെ കോർപ്പറേറ്റ് സെക്ടറിൽ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്ത സമയമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു എക്സ്പാൻഷൻ ഉണ്ടായത്. അതായത് വളരെയധികം വർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള സെക്ടറായിരുന്നു ഞങ്ങൾക്ക്. അതായത് കോർപ്പറേറ്റ് ഡിവിഷൻ്റെ ഒരു ക്യാപിറ്റൽ ഒരു ക്യാപിറ്റൽ കമ്പനിക്ക് വേണ്ടി ഒരു കമ്പനി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കമ്പനി എങ്ങനെ പബ്ലിക് ഇഷ്യൂയിലൂടെ സ്റ്റാർട്ട് ചെയ്യുക, ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഷെയർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അത്, കോർപ്പറേറ്റ് ഷെയർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ ഇരുന്നാണ് ഒരു കമ്പനി എങ്ങനെ മാനേജ് ചെയ്യുന്നത്, എങ്ങനെ ഒരു വൈൻഡ് അപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ പഠിച്ചത്. ഫോർമേഷൻ ഓഫ് കമ്പനി ടു എൻഡ് അത് മുഴുവൻ അവിടെ പഠിച്ചു. വളരെ ഹെക്റ്റിക്കായ ജോബായിരുന്നു. ഞങ്ങൾക്ക് 4 കമ്പനികൾ, അതായത് ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടായിരുന്നു. ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുമ്പോൾ വളരെയധികം റെസ്പോൺസിബിലിറ്റീസാണ്. എല്ലാ 3 മാസം മീറ്റിംഗ് ഉണ്ടാവണം. മീറ്റിംഗ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് അത്
എല്ലാം അപ്ഡേറ്റ് ചെയ്യണം ഓൺ ദ സ്പോട്ട്. അപ്പോൾ നമ്മളൊക്കെ ഞാൻ 12 വരെയൊക്കെ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്ത കാലമുണ്ട്. എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു ടൈപ്പ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബോർഡ് മീറ്റിങ്ങിന് ഈ ഫൈനാൻസ് സെക്ടറുമായിട്ട് ആനുവൽ റിപ്പോർട്ട്, എല്ലാ റിപ്പോർട്ടുകളും കിട്ടുക. പിന്നെ ഞങ്ങൾക്ക് BPL എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനി അക്കാലത്ത് തുടങ്ങിയിരുന്നു. ഞാൻ ജോയിൻ ചെയ്തു പുതിയതായ BPL റെഫ്രിജറേറ്റർ യൂണിറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അന്നാണ് ആദ്യമായി ഫ്രോസ്റ്റ് ഫ്രീ ടെക്നോളജി ബാംഗ്ലൂരിൽ വന്നത്. ജാപ്പനീസ് ടെക്നോളജി ആയിരുന്നു. സാനിയോ ലിമിറ്റഡുമായിട്ട്, ജപ്പാനിലെ സാനിയോ ലിമിറ്റഡുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പനിയായിരുന്നു BPL റെഫ്രിജറേറ്റർ. ആ റെഫ്രിജറേറ്റർ യൂണിറ്റിന് വേണ്ടിയാണ് ജോയിൻ ചെയ്തതെങ്കിലും പിന്നീട് എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടി BPL എഞ്ചിനീയറിങ്ങിലോട്ട്. ആ എഞ്ചിനീയറിങ്ങിൽ അവിടെ 50,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. അത് BPLൻ്റെ ഏറ്റവും പ്രോസ്പെറസ് പീരീഡ് ആയിരുന്നു അത്. ആ സമയമാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ 50,000 ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ 50,000 ഷെയർ ഹോൾഡേഴ്സ്, 50,000 ബുക്സ്, ആനുവൽ റിപ്പോർട്ട് എല്ലാം 50,000-നാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ജോലി ഞാൻ ഇൻചാർജായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് സത്യത്തിൽ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു BPL ജോലി ചെയ്ത അക്കാലത്ത് എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാമെന്ന്. അത്രമാത്രം ഹെക്ടിക്കായ ജോലി ഉള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഒരു പീരീഡിൽ ആ സമയത്താണ് എനിക്ക് വായിക്കുന്ന 1-2 കൂട്ടുകാരെ അവിടെ കിട്ടി. പക്ഷെ അവരൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വായിക്കുന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കാലത്താണ് ഞാൻ ജുംബ ലഹരി അങ്ങനെയുള്ള എഴുത്തുകാരെയൊക്കെ വായിക്കാൻ തുടങ്ങിയത്. ജുംബ ലഹരിയുടെ എല്ലാ സീരീസ് ബുക്സും ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഏറ്റവും നന്നായി എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് ജുംബ ലഹരി. അൺഅക്കസ്റ്റംഡ് എർത്ത് ഞാൻ ആദ്യം വായിച്ചത് ഇൻ്റർപ്രിറ്റർ ഓഫ് മാലഡീസ്. അതിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ പുസ്തകമാണ് ആദ്യം വായിച്ചത്. ആ പുസ്തകത്തിന് ശേഷം ഒരു സീരീസായിട്ട് എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പുസ്തകം ഞങ്ങൾ ഷെയർ ചെയ്യുകയും ഞങ്ങൾ അങ്ങനെ വായിച്ച് ഒരു കാലഘട്ടത്തിൽ നിന്നും ഞാൻ ബാംഗ്ലൂർ മലയാളി സാഹിത്യത്തിലോട്ട് വരാനിടയായ കാരണം എൻ്റെ പുസ്തകമാണ്. അക്കാലത്താണ് ഞാനൊരു ഗ്രൂപ്പിൽ ചേരുകയും കവിതകൾ എഴുതാൻ തുടങ്ങുകയും ആ കവിതകൾ നമ്മൾ അപ്പോഴേക്കും കവിത മാറിയിരുന്നു, കവിതയുടെ സ്റ്റൈല് മാറിയിരുന്നു. എല്ലാവരും ഗദ്യ കവിത എഴുതാൻ തുടങ്ങിയിരുന്നു. ഞാൻ ഈ പദ്യം എഴുതുമ്പോൾ എനിക്ക് ധാരാളം പരിഹാസങ്ങൾ കിട്ടുമായിരുന്നു അക്കാലത്ത്. ആളുകൾ ഇത് എന്ത് കവിതയാണെന്ന് ചോദിക്കുകയും ഈ കവിത ഇങ്ങനെയാണോ കവിത എഴുതുന്നത് ധാരാളം ആളുകൾ ഇങ്ങനെ, ചിലർ മാത്രമേ ഇതിനെ പ്രശംസിക്കുകയും പക്ഷെ മാക്സിമം ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, ഇതെന്ത് കവിതയാണെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ചില ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വാശിയൊക്കെ ഉണ്ടായി. അതിന് ചില ക്ലാഷൊക്കെ നമുക്ക് സാധാരണ ഉണ്ടാകാറുള്ളത് പോലെ ഉണ്ടായി. അപ്പോൾ എനിക്കൊരു വാശിയായിട്ട് ഞാൻ കുറേ കവിതകൾ എഴുതി. ഏകദേശം ഒരു 400 കവിതകൾ എഴുതി. ഓരോ ദിവസവും ഓരോ കവിത വെച്ച് എഴുതാൻ തുടങ്ങി. കവിത മാത്രമായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. രാവിലെ എഴുതും, വൈകുന്നേരം കവിത എഴുതും. അങ്ങനെ എഴുതി 300 കവിതയായപ്പോൾ ഒരു കവിത അവിഘ്നമസ്തു എന്നൊരു കവിത ഞാൻ എഴുതി ഞങ്ങളുടെ സമാജം മാസികയിൽ അയച്ചു. ആ സമാജം മാസികയിലെ അവിഘ്നമസ്തു എന്ന കവിത കണ്ടിട്ട് നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നെ വിളിച്ചു. ഇത് വായിച്ചിട്ട് പറഞ്ഞു, ഇതൊരു മനോഹരമായ കവിതയാണ്, നിങ്ങളൊരു പുസ്തകം ഇറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുസ്തകം എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരു കാലമാണത്. എനിക്കറിയില്ല, എനിക്ക് സാഹിത്യകാരന്മാരെ ഒന്നും പരിചയമില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പുസ്തകം ഒരു പുസ്തക രൂപത്തിൽ ഒരു എൻ്റെ എഴുത്ത് വരിക എന്നൊരു ഐഡിയ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ എന്നിട്ട് ഈ 400 കവിതകളും ചേർത്ത് വെച്ച് എഴുതി. അതിൽ നിന്ന് കുറേയൊക്കെ മാറ്റി കുറേയൊക്കെ ചേർത്ത് എഴുതി ഒരു 6 സെഗ്മെൻ്റായിട്ട് അതിനെ തിരിച്ചു. ആ പുസ്തകം അപ്പോൾ എന്നോട് ഈ നാട്ടിലെ ഈ സാമൂഹ്യ പ്രവർത്തകൻ തന്നെ പറഞ്ഞു, എനിക്ക് DC-യിൽ ഒരു ശ്രീകുമാർ സാറിനെ ബാബു സാറിനെ അറിയാം, നമ്മൾക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ കുറച്ച് പൈസ കൊടുത്താൽ മതി, അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ ഉണ്ടാകുക എന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല അന്നേരം. പുസ്തകം എങ്ങനെ ചെയ്യണം, എങ്ങനെയാണത് എഡിറ്റ് ചെയ്യണമെന്നും അറിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ DC-യെ ഫോൺ ചെയ്യുകയും അവരെനിക്കൊരു ഇമെയിൽ ID തരികയും എൻ്റെ കവിതകൾ മുഴുവൻ അങ്ങോട്ട് അയക്കുകയും അവരതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ഫോർമാറ്റ് ആക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഞാൻ നാട്ടിൽ പോയ സമയം DC-യുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഈ ബാബു സാർ ഈ കവിതയൊക്കെ എടുത്ത് നോക്കി എല്ലാം ചെയ്തു, സെറ്റായി. ഇപ്പം നാളെ പ്രിൻ്റ് ചെയ്ത് എനിക്ക് പബ്ലിഷ് ചെയ്യാവുന്നൊരു ഇതിലെത്തിയപ്പം എന്നോട് ചോദിച്ചു, എൻ്റെ അവതാരിക വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് ഈ കവിത വരുന്നതിന് ഒരു വർഷം ഏകദേശം ഇതിനെടുത്തു. അപ്പോൾ ഒരു 6 മാസത്തിന് മുന്നേ എന്നോട് ഈ നാട്ടിലെ ഉണ്ണി എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വിനയേന്ദ്രൻ മാഷിനെ അറിയാം, വിനയേന്ദ്രൻ മാഷിൻ്റെ ഒരു അവതാരിക വാങ്ങിച്ചു തരാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. ഓക്കെ, അവതാരിക തന്നാലും ഓക്കെയാണ്. ബിക്കോസ് എനിക്ക് അന്നൊരു ഐഡൻറ്റിറ്റി ഇല്ല. നാട്ടിൽ ഞാൻ കവിത എഴുതുന്നെന്ന് പോലും ആർക്കും അറിയില്ല, എനിക്കാരും അറിയില്ല, അവർക്ക് എന്നെ അറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ
ഒരു പുസ്തകം ഇറക്കുക എന്നൊരു ഒരു പുസ്തകം കൊണ്ട് ഞാൻ തീരും, അത് ഉള്ളായിരുന്നു. ഒരു പുസ്തകമെങ്കിലും ജീവിതത്തിൽ ഇറക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പബ്ലിഷ് ചെയ്യണം. ഒരാഗ്രഹത്തിനാണ് ഈ 400 കവിത ഒന്നിച്ച് ചേർത്ത് എഴുതി DC ഓഫീസിൽ ചെല്ലുകയും, അപ്പോൾ DC ഓഫീസിൻ്റെ മുറികളൊക്കെ കാണുമ്പോൾ അവിടെ OV വിജയൻ മുറി, അങ്ങനെ ഓരോരോ പേരുകളിൽ മുറികളുണ്ട്, ഓരോരുത്തരുടെ മെമ്മറികൾ. ഇതൊക്കെ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും അവിടെ ഇരുന്ന് പുസ്തകം വർക്ക് ചെയ്തപ്പം ബാബു സാറ് ചോദിച്ചു ഇതിന് അവതാരിക വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം വിനയേന്ദ്രൻ മാഷ് അതിനിടയ്ക്ക് മരിച്ചുപോയി. അപ്പം വിനയേന്ദ്രൻ മാഷിൻ്റെ അവതാരിക കിട്ടാണ്ടായി. അപ്പോൾ പറഞ്ഞു നമ്മൾ കോയൻ മിസ്റ്ററിൻ്റെ അവതാരിക കിട്ടിയാലോ എന്നൊരു, ഇദ്ദേഹമൊക്കെ തരുമോ നമ്മൾക്കറിയില്ലല്ലോ, കോയൻ സാറിൻ്റെ കവിത വായിച്ചൊരറിവ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ അങ്ങ് പോയി ഈ കവിതയായിട്ട്. ഈ കവിത ഇങ്ങനെ ഞാൻ ആ കുചേല ഹൃദയം എന്ന കവിത അത് എഴുതിയതാണ്. ഈ കവിതയുമായിട്ടാണ് കോയൻ സാറിൻ്റെ മുന്നിൽ ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണനെ കാണാൻ പോയ കുചേലനെ പോലെ ഈ കവിതയായിട്ട് ഇപ്പോൾ സാറെന്ന 8:30 അവിടെ എത്തിച്ചേർന്നു. സാറപ്പം ഇറങ്ങി വന്നൊരു ബനിയനിട്ടുണ്ടോ, ഒരു മുണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സാർ കവിതയായിട്ട് വന്നിരിക്കുകയാണ്, കവിതയായിട്ട് ബാംഗ്ലൂരിൽ നിന്നൊരു കുട്ടി വന്നിരിക്കുന്നു, ഒന്ന് അകത്ത് കയറിയിരിക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും പേടിപ്പിച്ചാണ് വിട്ടത്, അതിന് സാറിനെ കാണാൻ പോയാൽ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. സാറ് വളരെ ഗൗരവക്കാരനാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ധൈര്യം വെച്ച് സാറിനെ കണ്ടു. അവിടെ ചെന്ന് പുസ്തകം കൊടുത്തു. സാർ അവിടെ ഇരുന്ന് തന്നെ പുസ്തകം ഇങ്ങനെ മറിച്ച് നോക്കി. 2 വരികൾ ചൊല്ലി, ഇത് നന്നായിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്ഥലം ആകാശ ഭംഗി എന്ന് ഞാൻ എഴുതി, ആകാശ ഭംഗി എന്നുള്ളത് കട്ട് ചെയ്തിട്ട് ആകാശ ശോഭ നാക്കണം എന്ന് പറഞ്ഞു. ഇത് വായിച്ച് കുറച്ച് മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞു. വായിക്കട്ടെ, എന്നിട്ട് എനിക്ക് എഴുതി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് സാർ ആ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു, വാങ്ങി വെച്ചു. അപ്പോൾ സാറിന് അന്ന് 10 മണിക്ക് ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്, പോകുന്ന പറഞ്ഞ് വിളിച്ചിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 3-4 ഹോസ്പിറ്റലിൻ്റെ എല്ലാ ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സാർ എനിക്ക് അതിന് അവതാരിക എഴുതുന്നു. അതിമനോഹരമായ ഒരു അവതാരിക എഴുതി തന്നു, ഭാവശുദ്ധിയുള്ള കവിത എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞു ഇതിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, തിരിച്ചെഴുതുമ്പോൾ ശ്രദ്ധിക്കണം, പക്ഷെ അതൊന്നും ഞാൻ അവതാരികയിൽ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അവതാരിക കിട്ടി. അതൊരു ഭാഗ്യമാണ്. എന്നെ കവിതയെ ഉപാസിച്ചതിന് കവിത തന്ന ഒരു ആദ്യത്തെ അവാർഡാണ്, ഒരു പുരസ്കാരമാണ് ആ അവതാരിക. ആ അവതാരികയുടെ പുസ്തകം പ്രകാശനം ചെയ്യണം, എവിടെ ചെയ്യണം? എൻ്റെ ഗ്രാമത്തിൽ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഗ്രാമത്തിലുള്ളവർക്ക് കവിത എന്നൊന്നും അറിയില്ല, അവർക്ക് കവിതയിൽ താല്പര്യമില്ല, സ്കൂളിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മൗണ്ട് കാർമൽ സ്കൂളിൽ ഈ കവിതയായിട്ട് ചെന്നു. അപ്പോൾ പുതിയ സിസ്റ്ററാണ്, പുതിയ പ്രിൻസിപ്പളാണ്, എല്ലാ സഹായങ്ങളും ചെന്നു. ഓഡിറ്റോറിയത്തിലെ ഒരു അതിഗംഭീരമായ ചടങ്ങിൽ കുട്ടികളുടെ എല്ലാം നിറഞ്ഞ സദസ്സിൽ വെച്ച് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു. അതൊരു വലിയ അന്ന് സിസ്റ്റർ, എൻ്റെ സിസ്റ്റർ ഹെഡ് മിസ്ട്രസ്സായ സിസ്റ്റർ ഷില പറഞ്ഞത് ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഒരു പുസ്തക പ്രകാശനത്തിന് സ്കൂളിലേക്ക് എത്തുന്നത്. ഒരു കവിതാ പുസ്തകം, ഒരു പുസ്തകം ഈ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിനി ആദ്യമായിട്ട് പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണിത് എന്ന് പറഞ്ഞു. എൻ്റെ കവിത വായിച്ച് അവിടെയുള്ള വേറൊരു കുട്ടി കവിത എഴുതാൻ തുടങ്ങി. ആ കുട്ടിക്ക് കവിതയ്ക്ക് വളരെയധികം സമ്മാനങ്ങൾ കിട്ടി. പിന്നെ അതൊക്കെ എനിക്കൊരു സന്തോഷം തരുന്ന സംഭവമാണ്. പിന്നെ പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ ഒരു പേരുണ്ട്, അതിൽ ഈ കവിത കൊണ്ട് മാത്രം എൻ്റെ പേരും ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കവിത തന്ന മഹാഭാഗ്യങ്ങളാണെന്ന് പറയാം. അതാണ് എൻ്റെ ആദ്യത്തെ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നതിന് ശേഷം വീണ്ടും ഞാൻ കവിത എഴുതിയതും. അത് എഴുതാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ BPL അന്നത്തെ കാലത്ത് ഒരു റിസഷൻ നടന്ന കാലമൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലം ഫാക്ടറിയിലോട്ട് മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഫാക്ടറി എന്ന് വെച്ചാൽ വൈറ്റ് ഫീൽഡ്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ എന്നും പോയി വരാനൊന്നും പറ്റില്ല, മെട്രോ ഒന്നും വന്നില്ല, അങ്ങനെയുള്ള ബസ് ഫെസിലിറ്റി പോലും ഇല്ല വൈറ്റ് ഫീൽഡിലോട്ട് അന്ന്. അപ്പം വൈറ്റ് ഫീൽഡിലൊന്നും പോയി വരാൻ പറ്റാതെ ഞാൻ റിസൈൻ ചെയ്തു. പിന്നെ അപ്പോഴാണ് എൻ്റെ കല്യാണം നടന്ന വർഷമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ഈ ഫ്രീലാൻസ് അതായത് ആർക്കിടെക്ട് യൂണിറ്റാണ്. അപ്പം ഞാനൊരു സമയത്ത് വരും, അവർ വേറൊരു സമയത്ത് വരും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായപ്പം അവരുടെ ഡോക്യുമെൻറ്റേഷൻ ഡിവിഷനിൽ ഒരാൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ആ ജോലി ഏറ്റെടുക്കുകയും റിസൈൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു 10 വർഷം ഓഫീസിൽ ജോലി ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഡിപ്രസീവ് മൂഡ് ഉണ്ടായത്. കുറേശ്ശെ ഒരു എന്ത് ചെയ്യണമെന്നൊരു നമ്മൾക്കൊരു ആകാംക്ഷ, ഒരു ഉത്കണ്ഠ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ വീണ്ടും ഞാൻ കവിതയിലോട്ട് കയറി. അതെന്നെ ഒരുപാട് സഹായിച്ചു. ഇപ്പോൾ എഴുത്തിലോട്ട് തിരിഞ്ഞപ്പോൾ അതെന്നെ കൂടുതൽ സഹായിച്ചു. അതായത് കൂടുതൽ ഒരു ട്രാൻക്വൽ സ്റ്റേജിലോട്ട് വരാൻ കവിത വീണ്ടും എന്നെ സഹായിച്ചു.
അങ്ങനെ ഈ പുസ്തകം കൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഈ പുസ്തകം എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും എന്നൊരവസ്ഥ ഇരുന്നപ്പോഴാണ് ബാംഗ്ലൂരിൽ എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, ബാംഗ്ലൂർ ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫോറം ഒരു കഥാ മത്സരം നടത്തുന്നുണ്ട്, അതിലേക്കൊരു കഥ എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കഥ എഴുതില്ല, കവിത മാത്രമേ എഴുതുള്ളൂ, എനിക്ക് കവിത മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു അല്ലല്ല ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ഗോവയിൽ എനിക്ക് കുചേല ഹൃദയം എന്ന ഈ കവിതയ്ക്ക്, അതായത് ONV സാറിനെ കാണാൻ പോയ, അതായത് കുചേലത്തിലെ അവലും കൊണ്ടിങ്ങനെ മിഴിനീരിൽ അലിയുന്ന മഴ പോലെ പെയ്യുന്ന കഥനമാണി അവൽ പൊതിയിൽ എന്ന് പറഞ്ഞൊരു കവിത ഞാൻ എഴുതി. ആ കവിത ഗോവയിലെ ഒരു സാഹിത്യ ഹക്മ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുണ്ട്. ഹക്മയുടെ ഒരു മത്സരത്തിലേക്ക് ഞാൻ ഈ കുചേല ഹൃദയം അയച്ചു. അതിനെനിക്ക് സമ്മാനം കിട്ടി. അങ്ങനെ ഞാൻ ഗോവയിലേക്ക് പോയപ്പോൾ തിരികെ വന്നപ്പോൾ പല സ്ഥലങ്ങളിലും പോയി. കാർവാര, മൂകാംബിക, ആഗുംപി, അങ്ങനെ കുറേയേറെ സ്ഥലങ്ങൾ പോയപ്പോൾ അതെല്ലാം ചേർത്ത് വെച്ച് അന്ന് ഗോവയിലൊരു കാർണിവൽ നടക്കുകയായിരുന്നു. അന്ന് വലിയൊരു കാർണിവൽ നടന്നപ്പോൾ അവിടെ പഴയകാല വിൻറ്റേജ് കാറുകൾ, ലോർന എന്നൊരു പാട്ടുകാരി അവിടെ പാടുന്നുണ്ടായിരുന്നു, നൈറ്റിംഗേൽ ഓഫ് ഗോവ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സംഭവം നടന്നെല്ലാം ഞാനെല്ലാം ഒബ്സർവ് ചെയ്തു. ആ ഒബ്സർവ് ചെയ്തപ്പോൾ അതെല്ലാം ചേർത്ത് ഞാനൊരു കഥ എഴുതി. അതായത് കനകരേഖ ലക്ഷ്മി എന്നൊരു കഥയാണ് എഴുതിയത്. വലിയൊരു കഥയാണ്. ആ കഥ മത്സരത്തിന് അയച്ചു. ആ മത്സരത്തിന് അയച്ചപ്പോൾ അതിനെനിക്ക് സമ്മാനം കിട്ടി. ഒന്നാം സമ്മാനം കിട്ടിയത് ബോംബെയിലെ കടക്കൂറിന്. ആദ്യമായിട്ട് കഥയിൽ കാൽവെച്ച് ഒരു കാൽവയ്പ്പായിരുന്നു. അതിനെനിക്ക് 2ാം സമ്മാനം കിട്ടി. ആ കഥ, ആ കുചേല ഹൃദയത്തിന് കിട്ടിയ ഒരു സമ്മാനത്തിൽ നിന്നാണ് ഈ കഥ ഉണ്ടായത്. ഈ കഥയിൽ നിന്നാണ് ഞാൻ ബാംഗ്ലൂർ റൈറ്റേഴ്സ് ഫോറത്തിൽ ജോയിൻ ചെയ്തത്. ബാംഗ്ലൂർ റൈറ്റേഴ്സ് ഫോറത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ പുസ്തകം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ പുസ്തകം അപ്പോഴാണ് എൻ്റെ പുസ്തക പ്രകാശന രമേശ് പിഷാരടി വന്നിരുന്നു. രമേശ് പിഷാരടി സഹോദരി ഇവിടെയുണ്ട്. സഹോദരി എന്ന് കൈരളി സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ബാംഗ്ലൂരിൽ സാഹിത്യ ലോകത്തുള്ള ഒരാളെ എനിക്കറിയാം, അത് സുധാകരൻ രാമന്തളി സാറാണ്. രാമന്തളി സാറിന് കൊണ്ട് പുസ്തകം കൊടുത്താൽ അദ്ദേഹം എന്തെങ്കിലും സഹായം പുസ്തക പ്രകാശനത്തിന് വേണ്ടി അദ്ദേഹത്തിന് അറിയുണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവുകയും എൻ്റെ ഒരു പുസ്തകം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അന്നാണ് കൈരളി കലാവേദിയുടെ ഒരു മത്സരം നടക്കുന്നത് കവിതയുടെ. അപ്പോൾ എന്നോട് പറഞ്ഞു മത്സരം നടക്കുന്നുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളൊക്കെ എഴുത്തുകാർ. ഞാനൊരു അഗ്നി എന്നൊരു കവിത എഴുതി. അഗ്നിയുടെ വിവിധ ഭാവങ്ങളാണ്. അഗ്നി എങ്ങനെയൊക്കെ ഉണ്ടാകാം. അഗ്നി സൂര്യൻ്റെ ജ്വാലയാണ്, ചിതയുടെ അഗ്നി, ചെറിയ റാന്തൽ വിളക്കിൻ്റെ അഗ്നി, അങ്ങനെ അഗ്നിയുടെ പല പല വിഭാഗങ്ങൾ. എന്താ ശിവൻ്റെ ത്രിനേത്രത്തിലെ അഗ്നി, ഇങ്ങനെയുള്ള അഗ്നിയെ പറ്റി ഒരു കവിത എഴുതി. ഇപ്പം ആ കവിതയ്ക്ക് എനിക്ക് സമ്മാനം കിട്ടുകയുണ്ടായി. അങ്ങനെയാണ് പിന്നെ ഞാൻ പതിയെ ബാംഗ്ലൂർ സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത്. അത് വളരെയധികം സുമനസ്സുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ബാംഗ്ലൂർ സാഹിത്യ ലോകത്തിലെ റൈറ്റേഴ്സ് ഫോറം. അങ്ങനെ വളരെയധികം. പിന്നെ എനിക്ക് കേരള സമാജത്തിൻ്റെ സ്വർണ്ണമുഖിയുടെ തീരങ്ങളിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 25ഓളം കവിതാ അവാർഡുകൾ എനിക്കതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. ഓരോ കവിതകൾക്കും കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ധാരാളം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒന്നാമത്തെ സമാഹാരം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു അമച്വർ പുസ്തകമാണ് അതെന്ന് എപ്പോഴും പറയും. അതായത് 300 കവിതകളാണ് അതിനകത്തുള്ളത്. 400 നിന്ന് 300 ചുരുക്കിയതാണ്. അത്രയും കവിതകളുടെ ആവശ്യമില്ല. ആളുകൾ പറയാൻ തുടങ്ങി ഇത്രയും കവിതകൾ ആളുകൾ വായിക്കില്ല. അപ്പോൾ കുറച്ചുകൂടെ കംപ്രസ് ആയിട്ട് അപ്പം 2ാമത്തെ സമാഹാരം വന്നു. അപ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ആരും നമ്മളെ അംഗീകരിക്കുന്നില്ല. എത്ര പുസ്തകം കവിത എഴുതിയിട്ടും നമ്മളൊരു കവിത ആണെന്ന് പറയുമ്പോൾ നമ്മളെ അംഗീകരിക്കാൻ ആളുകൾക്ക് മടിയാണ്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. നമ്മൾ എഴുതണമോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ. അതായത് എഴുതുന്ന ആർക്കും മനസ്സിലാവുന്നില്ല, കവിത എന്ന് പറയുന്ന മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി കവിത അറിയുന്നവരോടുമായി എൻ്റെ കവിത അവരെ ഒന്ന് കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞാൻ സുഗതകുമാരി ടീച്ചറിനെ ഒരു ദിവസം ഫോൺ വിളിച്ചത്. അതൊരു ഇൻസ്റ്റൻറ്റ് മൊമെൻറ്റ് തോട്ടാണ്. ഇൻസ്റ്റൻ്റ്ലി ഞാൻ ചിന്ത സുഗതകുമാരി ടീച്ചറിനെ ഒന്ന് വിളിക്കണം എന്ന് കരുതി ജോലിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കാറിലിരുന്നാണ് സുഗതകുമാരി ടീച്ചറിനെ വിളിച്ചത്. ടീച്ചർ ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചർ ഞാൻ കുറച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്, എനിക്ക് ടീച്ചറിൻ്റെ ഒരു അവതാരിക കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, പദ്യ കവിതയാണോ ഗദ്യ കവിതയാണോ എഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഒരു കവിത അങ്ങ് ചൊല്ലാൻ പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ പിന്നെയും ഞാൻ അന്ന് അയനകാലം എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിരുന്നു. എൻ്റെ 3ാമത്തെ പുസ്തകം അർദ്ധനാരീശ്വരം. അർദ്ധനാരീശ്വരത്തിന് ഒരു അവതാരിക ലഭിക്കണമെന്ന്
ഞാൻ അധികം എനിക്ക് മഹാകവി ഗീതത്തിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതായത് ഞാൻ കവിത എഴുതി തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം ഒരു വലിയ മഹാഗുരുവിൻ്റെ സ്ഥാനമാണ് അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്കുള്ളത്. എം ടി വാസുദേവൻ നായർ സാറൊക്കെ അദ്ദേഹത്തിൻ്റെ പത്തായപ്പുര ഇരുന്ന് വായിച്ച സാഹിത്യമാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിന് കൂടുതൽ പ്രചോദനമേകിയിരുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാഗുരുവിനെ കാണാൻ പോകുന്ന പോലെയാണ് ഞാൻ അവിടെ ചെന്നത്. അത് പോകാനുള്ള കാരണം നാരായണൻ എന്ന് പറയുന്ന ഒരു സുമനസ് എൻ്റെ കവിത വായിക്കുകയും ആ കവിത നന്നായി എന്ന് പറയുകയും ആ കവിത അങ്ങനെയാണ് അക്കാലത്താണ് തിരുവനന്തപുരത്തുള്ള കലാനിലയം ബാബു എന്ന ബാബു ചേട്ടൻ എടപ്പാളിൽ ജോലി ചെയ്യാനിടയാകുകയും അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ നിർബന്ധത്താലാണ് അദ്ദേഹം സത്യത്തിൽ എന്നെ നിർബന്ധിക്കുകയായിരുന്നു, പോകണം കാണണം നിർബന്ധിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ പോയി അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. അദ്ദേഹത്തെ കാണുകയും അതിനു മുൻപ് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഒരു കവിത അയച്ചു കൊടുത്തിരുന്നു. അപ്പം നക്ഷത്രങ്ങളുടെ കവിത അയച്ചു കൊടുത്തിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എനിക്കൊരു എഴുത്ത് അദ്ദേഹം അയച്ചിട്ടുണ്ട്. കവിത എനിക്ക് വായിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അറിയിക്കാൻ. അപ്പോൾ പിന്നീടാണ് അദ്ദേഹം ഈ അർദ്ധനാരീശ്വരത്തിന് ഒരു ചെറിയ കുറിപ്പ് എഴുതി തന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു, സാധാരണഗതിയിൽ അദ്ദേഹം പറയുകയും ഞാൻ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഈ കവിതയ്ക്ക് അദ്ദേഹം തന്നെ എഴുതണമെന്ന്, അപ്പം ഞാൻ തന്നെ എഴുതാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. ആ കൈപ്പടയിലുള്ള അവതാരിക അതേപടി ഞാൻ എൻ്റെ പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ അന്നത്തെ കാലത്ത് എൻ്റെ കവിത കൊണ്ട് മാത്രം ലഭിച്ച ഒരു അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം. അവരെയൊക്കെ ഞാൻ എപ്പോഴും സത്യത്തിൽ എൻ്റെ കവിത എന്ന് പറയുന്നതല്ല, അവരുടെയൊക്കെ വായിച്ചുള്ള അറിവിൽ നിന്നൊക്കെ ഉണ്ടായ കവിതയാണ് എൻ്റേത്. അതിൽ നിന്ന് പിന്നെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമാഹാരം അത് യാദൃശ്ചികമായാണ് വീണ്ടും എനിക്ക് സമാഹാരങ്ങൾ എഴുതാൻ സാധിച്ചത്. ഇപ്പം ഞാൻ 10 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 10 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകം ഞാൻ പറയും നക്ഷത്രങ്ങളുടെ കവിത, രണ്ടാമത്തെ പുസ്തകം സൂര്യകാന്തം, അടുത്തത് അർദ്ധനാരീശ്വരം, പിന്നെ എഴുതിയ കവിതയാണ് കുചേല ഹൃദയം എന്ന് പറഞ്ഞ ആ കവിതാ പുസ്തകം. അതിനുശേഷം കവിതയിൽ നിന്ന് കൈതൊട്ടുണർത്തിടാം. അതെനിക്ക് സച്ചിമാഷിൻ്റെ ഒരു സന്ദേശം ലഭിക്കുകയുണ്ടായി. അതൊരു കവിതയിൽ നിന്ന് കൈതൊട്ടുണർത്താൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. ആ കവിതയ്ക്കകത്ത് കവിതയിൽ നിന്ന് എന്തൊക്കെയുള്ളതൊരു നീണ്ട കവിതയാണ്, ഏകദേശം ഒരു 10 പേജോളം വരുന്ന ഒരു കവിതയാണ്. അത് ചെയ്തു തന്നത് സെബാസ്റ്റ്യൻ മാഷിൻ്റെ പുലിറ്റ്സർ ബുക്കാണ്. അടുത്ത കവിത അത് വാക്കിലൊതുങ്ങാത്ത മൗനം എന്ന കവിതയ്ക്ക് എനിക്ക് ചെന്നൈ കവിസംഗമത്തിൽ സ്പെഷ്യൽ ജൂറി പ്രൈസ് കിട്ടിയിട്ടുണ്ട്. വളരെ നേരിയ മാർക്കിനാണ് അത്ര ആ സമ്മാനം പോയതെന്ന് അവരെന്നോട് പിന്നീട് പറയുകയുണ്ടായി. വാക്കിലൊതുങ്ങാത്ത മൗനം എന്ന കവിത എനിക്ക് വളരെ പ്രിയപ്പെട്ട കവിതയാണ്. ഒ.എൻ. വി. സാറിൻ്റെ ഒരു കവിതയുണ്ട്, എനിക്കിഷ്ടം പ്രിയതരം തീരെ ചെറിയ ശബ്ദങ്ങൾ എന്നാണ് ആ കവിതയുടെ പേര്. എനിക്കിഷ്ടം മുകിൽ പെരുമ്പറ കൊട്ടി തിമിർത്തു പെയ്യുന്ന മഴയുടെ ശബ്ദം, അത് കരകവിഞ്ഞു പോവും നദിയുടെ ശബ്ദം, കടലിൻ്റെ ഇരമ്പം, അതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്കിഷ്ടം പ്രിയതരം തീരെ ചെറിയ ശബ്ദങ്ങൾ, അതായത് ഹൃദയത്തിൻ്റെ ചെറിയ സ്പന്ദനം, ഒരു മഞ്ഞുതുള്ളി വീഴുന്ന സൗണ്ട്, ഇതൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ആ ശബ്ദഘോഷങ്ങളുടെയൊക്കെ ഇടയിൽ മൗനത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തൊക്കെ ചെയ്താലും എല്ലാവരും മൗനത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ശാന്തത നമ്മൾക്ക് കിട്ടും. ഒരു ആഘോഷങ്ങൾ തിരക്കിനിടയിൽ എല്ലാം പെട്ടിട്ട് നമ്മളൊരു ശാന്തമായൊരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മൾക്കൊരു മനഃശാന്തി കൂടുതൽ കിട്ടും. അപ്പോൾ അതായത് ഷെല്ലിയുടെ ഒരു കവിതയുണ്ട്, പോയറ്റിസസ് നൈറ്റിംഗേൽ എന്ന് പറയും. അതായത് സിറ്റ്സ് ഇൻ സോളിറ്റ്യൂഡ്, ഇറ്റ്സ് ഓൺ സോളിറ്റ്യൂഡ് ആൻഡ് സിങ് ടു ചിയർ. ആ സോളിറ്റ്യൂഡിനെ തന്നെ, ഏകാന്തതയെ തന്നെ ചിയർ ചെയ്യാനായിട്ട് ഒറ്റയ്ക്കിരുന്ന് പാടുന്ന ഒരു നൈറ്റിംഗേൽ എന്ന് പറഞ്ഞ അതുപോലെയാണ് നമ്മുടെ എനിക്ക് വാക്കിലൊതുങ്ങാത്ത മൗനം. വാക്കിലുണ്ടെല്ലാം സർവം, വാക്കിലുണ്ടല്ലോ സർവം പ്രപഞ്ചം, പക്ഷേ എൻ്റെ വാക്കിലെ മൗനം തന്നെ എനിക്ക് ഏറ്റവും പ്രിയം. ആ വാക്കിലുള്ള എല്ലാ സംഭവങ്ങളും, വാക്കിലുണ്ട് പ്രകമ്പനങ്ങൾ, കാട്ടാറിൻ്റെ ശബ്ദം എല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ആ മൗനം ആണ് കൂടുതൽ നല്ലത്. വാക്കിലൊതുങ്ങാത്ത മൗനം,
എന്നൊരു കവിത. അപ്പോൾ ആ കവിതയ്ക്ക് എനിക്ക് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സമാഹാരമായി ചെയ്തപ്പോൾ അലങ്കോട് സാർ ഇവിടെ വന്നത് എന്തോ ഒരു ഇതിന് ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, ഇതിനൊരു സന്ദേശം തരുമോ എന്ന്. അപ്പോൾ അദ്ദേഹം എനിക്ക് അതിന് സന്ദേശം തന്നിട്ടുണ്ട്, വാക്കിൽ ഒതുങ്ങാത്ത മൗനത്തിന്. പിന്നീട് എഴുതിയ കവിത അതിജീവിതം. അതിജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സത്യത്തിൽ സ്ത്രീ എഴുത്തുകാർ ധാരാളം പ്രശ്നങ്ങൾ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതായത് നമ്മളൊക്കെ ഒരു കാൽ മുന്നോട്ടെങ്കിൽ രണ്ടു കാൽ പിന്നോട്ടെന്ന് പലതും അവളെ വിളിയാൽ ചുറ്റുന്നുണ്ട്. നമ്മളൊക്കെ മഴ പോലെ കരഞ്ഞും പൂക്കൾ വിടരും പോലെ ചിരിച്ചും വസന്തം വരുമെന്ന് പതുക്കെ പറഞ്ഞുകൊണ്ട് ഒഴുക്കിൽ നീന്തിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ ഈ അതിജീവിതന്മാരുടെയൊക്കെ അതിജീവിതം എന്ന് പറയുന്ന ഒരാളല്ല, പല അതിജീവനങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അതിജീവിതം എന്ന് പറഞ്ഞ് ഒരു കവിത പിന്നീട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഗൂഢം എന്ന കവിതയാണ് ഉണ്ടായത്. അതിനുശേഷം എൻ്റെ 9ാമത്തെ പുസ്തകമാണ് ഗൂഢം. 10ാമത്തെ പുസ്തകമാണ് ജിപ്സികളുടെ വീട്. ജിപ്സികളുടെ വീട് ഞാൻ എഴുതാനുണ്ടായ കാരണം, ഞാനിങ്ങനെ ഞങ്ങൾ കോർമംഗലയിൽ താമസിച്ച കാലത്ത് അവിടെ ഇങ്ങനെ ജിപ്സികൾ കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് ജിപ്സികൾ അവിടെ ഇങ്ങനെ വീടുകൾ വെച്ച് താമസിക്കും. ചെറിയ വീടുകളാണ്. ചെറിയ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻ്റാണ് അവരുടെ വീട്. അതിനകത്തില്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. അവരുണ്ടാക്കുന്ന കരകൗശല ശില്പങ്ങൾ അതൊക്കെ കണ്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അവിടെ നിന്ന് ഓടിക്കളിക്കും. നമ്മൾക്കൊക്കെ ഒരു വലിയ മണിമാളിക ഉണ്ടെങ്കിലും ചിലപ്പോൾ സന്തോഷം ഉണ്ടാകാറില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. ഈ ചെറിയ ടെൻറ്റിൽ ഈ വീടിൻ്റെ ചെറിയൊരു വീടെന്ന് പറയാൻ പറ്റില്ല, റോഡ് സൈഡിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് അവരുടെ വീട്. എന്നിട്ടും ഈ കുട്ടികൾ ആഹ്ലാദത്തോടെ തിമിർത്ത് ആഹ്ലാദിക്കുകയാണ് അവിടെ. അപ്പോൾ കുട്ടികൾ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങൾ ആ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ കുട്ടികൾ ഞങ്ങളെ 1 നമ്പറി 2 നമ്പറി 3 നമ്പറി എന്നൊക്കെ വിളിച്ച് തമാശ ഒരു രൂപത്തിൽ നമ്മളോട് സംവദിക്കാറുണ്ടായിരുന്നു. അവരത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് കുറച്ച് നാളുകളെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകും. ആ പോയ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ അവർ വന്നു. എന്നിട്ട് അതിമനോഹരമായ ഒരു ഗണേശൻ്റെ ശില്പവും ഒരു പൂപ്പാത്രവും സമ്മാനിച്ചു. പൈസ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പൈസ വേണ്ട, നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് തന്നിട്ട് പോയി ആ ചെറിയ കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികൾ നമ്മൾക്ക് ധാരാളം ഉള്ളപ്പം കൊടുക്കില്ല. പക്ഷേ ഈ ചെറിയ വീട് പോലെ ഇല്ലാത്ത ജിപ്സികൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്നത് അതെന്നെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ചു. അതിനുശേഷം ഞാൻ വഴികളിൽ നടക്കുമ്പോൾ ഈ ജിപ്സി കൂട്ടങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ വീടുകൾ എന്ന് വെച്ചാൽ ഒരു ടാർപോളിൻ മറിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ആ ജിപ്സികളുടെ വീട് അവർക്ക് വേണ്ടി എഴുതിയ ഒരു കവിതയാണ്. അതാണ് എൻ്റെ 10ാമത്തെ സമാഹാരം. അങ്ങനെയാണ് എൻ്റെ 10 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരു ബാലസാഹിത്യ കൃതി എഴുതിയിട്ടുണ്ട്, അമ്മുവിൻ്റെ ഭൂമി. അമ്മുവിൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായ കാലത്തുണ്ടായി എനിക്കെല്ലാം കാണുന്ന ഒരു അതിശയമായിരുന്നു. എല്ലാം കാണുമ്പോൾ അതെന്താണ് ഇതെന്താണെന്നുള്ള അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് ബാല്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ആ അമ്മുവിൻ്റെ ഭൂമി എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ എങ്ങനെയായിരുന്നു. എൻ്റെ ഒരു കുട്ടിക്കാലമാണ് ആ അമ്മുവിൻ്റെ ഭൂമി. ലോകത്തുള്ള സർവ്വതും അറിയാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. എല്ലാവരോടും ചോദിച്ച് ധാരാളം വഴക്ക് കേട്ടിട്ടുള്ള ഒരാളാണ് ചോദ്യം ചോദിക്കുന്നതിന്. അപ്പം അങ്ങനെയുള്ള ഒരു പുസ്തകം ഞാൻ എഴുതി, അമ്മുവിൻ്റെ ഭൂമി. അത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. പ്രസിദ്ധീകരിച്ചത് ഓസ്റ്റിൻ അജിത്ത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയുമാണ് എൻ്റെ ചെറിയ പുസ്തക ലോകം. ഈ നിരവധി എഴുത്തുകാരുടെ രചനകൾ ഒരുമിച്ചുള്ള സമാഹാരങ്ങൾ, അതായത് ആന്തോളജി, അത്തരത്തിൽ പുസ്തകങ്ങൾ പലതും വന്നിട്ടുണ്ടല്ലോ, അതേതൊക്കെ? ധാരാളം പുസ്തകങ്ങൾ ആന്തോളജികൾ എഴുതിയിട്ടുണ്ട് ഞാൻ. അതിൽ എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ആന്തോളജികൾ ചെറി ബുക്സ് പ്രസിദ്ധീകരിച്ച് 24 പെൺകഥകളിൽ എൻ്റെ കഥകൾ വന്നിട്ടുണ്ട്. ഏകദേശം 300ഓളം കഥകൾ വന്നതിന് ശേഷം അവർ സെലക്ട് ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ച ഒരു സൃഷ്ടിയാണത്. അതിൽ എൻ്റെ ഒരു കഥ വന്നിട്ടുണ്ട്. പിന്നീട് കാക്കനാടൻ കഥോത്സവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കഥകൾ വന്നിട്ടുണ്ട്. ആ കഥയ്ക്ക് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്, PP നാരായണൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ആ കഥയ്ക്ക്. ആ കഥ ഉൾപ്പെട്ട ഒരു കഥാസമാഹാരം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ കവിതാ സമാഹാരങ്ങളും സർഗഭൂമി ബുക്സിൻ്റെ കവിതാ സമാഹാരം എല്ലാ വർഷവും ഒരു കവിതാ സമാഹാരം ചെയ്തിരുന്നു. പിന്നീട് കവി രമേശൻ നായരുടെ സ്മരണാർത്ഥം നടത്തിയ ഒരു കവിതാ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കവിതകളിൽ എൻ്റെ കവിത ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് സമാഹാരങ്ങളിൽ കുറേയേറെ ഇംഗ്ലീഷ് സമാഹാരങ്ങളിൽ ഒറ്റ കവിതകൾ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അനേകം ആന്തോളജികളിൽ ഞാൻ
കഥകളും കവിതകളും എഴുതിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഞാനത് അധികം എഴുതുന്നത് കുറച്ച് അതിനെ അധികം ഒരു കവിത മാത്രമായിട്ടൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിൽ അല്പം ഇപ്പോൾ വൈമുഖ്യമുള്ളത് കൊണ്ട് ഞാൻ അതിലിപ്പോൾ കൂടുതൽ എൻ്റെ കവിതകൾ ആന്തോളജികൾക്ക് കൊടുക്കാറില്ല. എങ്കിലും വളരെ സെലക്റ്റീവായ വളരെ സീരിയസ് ആയിട്ടുള്ള ആന്തോളജികൾ ഞാനിപ്പോഴും കവിതകൾ നൽകാറുണ്ട്. എഴുത്തുകാരെ സംബന്ധിച്ച് പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് എഴുതാൻ പറ്റായിക എന്നുള്ളത്. പല കാരണങ്ങൾ കൊണ്ടും എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി മൗനത്തിലേക്ക് ചുരുങ്ങിപ്പോകും. താങ്കൾ നേരിട്ട അത്തരം ഒരു മൗനത്തിൻ്റെ അവസ്ഥയ്ക്ക് ശേഷം വീണ്ടും കവിതയിലേക്ക് വരുമ്പോൾ കവിത ആകെ മാറിപ്പോയിരുന്നു എന്ന് പറയുന്നു. ഈ മാറ്റം എത്തരത്തിലുള്ളതാണ്? ഇത് പുതിയ കവിതാ ലോകത്തെ എത്തരത്തിലാണ് അനുഭവവേദ്യമാകുന്നത്? കവിത മാറിപ്പോയി എന്ന് പറഞ്ഞത്, ഞാൻ പദ്യകവിതകൾ വായിച്ച് വളർന്ന ഒരാളാണ്. പദ്യകവിത വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം എനിക്ക് ഗദ്യകവിത വായിക്കുമ്പോൾ, എല്ലാ ഗദ്യകവിതകളെയല്ല ഞാൻ പറയുന്നത്, സിലക്റ്റീവായിട്ടുള്ള ഗദ്യകവിതകളുണ്ട്, വളരെ മനോഹരമായ ഗദ്യകവിതകളുണ്ട്. ONV സാറിൻ്റെ തന്നെ തോന്നിയാക്ഷരങ്ങളുണ്ട്, അത് ഗദ്യമാണ്. പക്ഷെ ONV സാറ് പറയുന്ന ഒരു വാക്കുണ്ട്, ഗദ്യമായാലും പദ്യമായാലും അതിൽ കവിത്വം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു കാവ്യഭാവം എന്നുണ്ടാവണം. കാവ്യഭാവമില്ലാതെ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു ലൈനായിട്ട് എഴുതുന്നത് കവിതയാണെന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾക്കത് കവിതയാണോ അല്ലയോ, അത് ഒരു ചെറിയ മിനിക്കഥയാണോ ലേഖനമാണോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ സത്യത്തിൽ ബംഗാൾ രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ WB ഈറ്റ്സ് ഇംഗ്ലീഷിലേക്ക് അത് പബ്ലിഷ് ചെയ്ത് വളരെയധികം പ്രശസ്തി നേടി ആ ബുക്കിന്. ആ ബുക്ക് ടാഗോർ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിലും അതിനൊരു ഗദ്യഭാവമുണ്ട്. പക്ഷെ അത് ബംഗാളിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും ഒരു കാവ്യഭാവത്തോടെയാണ്. പക്ഷെ അതിന് അപ്പം ലോകത്തിലുള്ള സകലമായ ജനങ്ങളും കരുതി ഗദ്യമാണ് മഹത്തരമെന്ന്. പക്ഷെ നെരൂദയുടെയൊക്കെ ഗദ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിലൂടെ കവിത ഒഴുകുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കവിത എന്നിലേക്ക് വന്നത്, ഇടിമിന്നൽ പോലെയോ ഒരു മഹാപ്രവാഹമായി വന്നു എന്നൊക്കെ എഴുതുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാക്കാം. അതിൽ കാവ്യഭാവമാണ് ശരിക്കും. ശരിക്കും അതിനെ നമുക്ക് ഗദ്യമാണെന്ന് പറഞ്ഞാലും അതിൽ കാവ്യഭാവമാണ്. പക്ഷെ ഞാൻ വായിച്ച ഈ പുതിയകാല കവിതകളിൽ എനിക്ക് കാവ്യഭാവം അത്രമാത്രം ദർശിക്കാനായില്ല. പിന്നെ ഞാൻ പദ്യം മാറ്റി ഗദ്യവും ഞാൻ എഴുതി തുടങ്ങിയിരുന്നു. പക്ഷേ എന്നോട് ONV സാർ ഒരു വാക്ക് പറഞ്ഞു, ഒരിക്കലും ഒരു ഉപദേശം തന്നിരുന്നു, ഗദ്യം ആർക്കു വേണമെങ്കിലും എഴുതാം, ആർക്കു വേണമെങ്കിലും എഴുതാൻ, പക്ഷെ പദ്യം എല്ലാവർക്കും എഴുതാൻ പറ്റില്ല, എല്ലാവർക്കും ഗദ്യം എഴുതാൻ പറ്റില്ല. പദ്യം എഴുതാൻ കഴിവുള്ളവർ ആ കഴിവിനെ ഉപേക്ഷിക്കരുത്, ആ കഴിവിനെ ഉപേക്ഷിക്കാതെ അതിനെ പോളിഷ് ചെയ്ത് കൊണ്ടുവരണം എന്നോടൊരു ഉപദേശം തന്നപ്പോൾ ആ സാറിൻ്റെ ഉപദേശം ഞാനങ്ങ് ശിരസ വഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ പദ്യകവിതകളെ ആളുകൾ കൂടുതൽ നന്നായി എന്ന് പറയുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പദ്യം വിട്ട് ഗദ്യത്തിലോട്ട് തിരിയാൻ എനിക്ക് തോന്നിയില്ല എന്ന് സത്യമാണ്. പക്ഷേ പദ്യത്തിനോടൊപ്പം തന്നെ ഗദ്യവും ഞാൻ എഴുതാറുണ്ട്. ഗദ്യം എഴുതും, പക്ഷേ എന്നാലും പദ്യത്തിനാണ് ഞാൻ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇന്നത്തെ കവിത മാറിപ്പോയി എന്നത് സത്യമാണ്. ആർക്കും കവിത എഴുതാം. ഇന്ന് കവിയാകുക, എഴുത്തുകാരനാണെങ്കിൽ കവിയാകുക എന്നാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഒരു ദിവസം രാവിലെ 24 കവിത എഴുതുമെന്ന് പറഞ്ഞ ഒരാൾ എനിക്കുണ്ട്. 24 ഗ്രൂപ്പിൽ അംഗമാണ്. 24 ഗ്രൂപ്പുകളിൽ ഓരോ കവിത രാവിലെ എഴുതിയിടും. പക്ഷെ ഒരു ഉപാസന പോലെയൊന്നും കവിത കാണുന്നവരിപ്പം ഇല്ല. അതായത് തിരകൾ പോലെ വന്നു എൻ്റെ അനുഭവത്തിൽ തിരകൾ പോലെ വന്നു പോവുകയാണ് കവിത. ഒരു സമുദ്രത്തിൻ്റെ ഗഹനത കവിതയ്ക്കില്ല. പക്ഷേ ആ ഗഹനതയാണ് നമ്മൾ കവിതയിൽ ദർശിക്കേണ്ടത്. കവിത എന്നത് ഉദാത്തമായ ഒരു സങ്കല്പമാണ്. ഉദാത്തമായ ഒരു സാഹിത്യത്തിൽ തന്നെ ഉദാത്തമായ ഒരു സ്ഥാനം കവിതയ്ക്കുണ്ട്. ആ കവിത അപ്പോൾ ആ ഉദാത്തത തേടാതെ ഒരു സർഫേസ് ലെവലിൽ സ്ഥിര പോലെ വന്നു പോവുകയാണ് കവിത. പക്ഷെ മറ്റുള്ള സാഹിത്യ രൂപങ്ങൾക്കെല്ലാം ഉന്നതി ഉണ്ടാകുന്നുണ്ട്. കഥ വളരെയധികം ഉയർന്നു പോവുകയാണ്. നോവൽ സാഹിത്യം വളരെയധികം ഉയർന്നു പോകുന്നുണ്ട്. പക്ഷെ കവിതയെ ജനകീയമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അതിനെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പണ്ട് കാലത്ത് ബ്രാഹ്മണന്മാർ മാത്രമേ വേദം പഠിക്കുന്നുള്ളൂ എന്ന് പറയുന്നു, മറ്റുള്ളവർ പഠിക്കണ്ട എന്ന് പറയുന്നു.
പക്ഷെ കവിതയുടെ സ്ഥാനത്ത് എന്താ വെച്ചാൽ നല്ല കവിതകൾ പഠിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാം, വേദം ആർക്ക് വേണമെങ്കിലും വേദം പഠിക്കാം. നമ്മൾക്ക് എന്തിനെപ്പറ്റി അറിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ കാലത്തുണ്ട്. പക്ഷെ കവിത അതുപോലെ ആരും പഠിക്കുന്നില്ല എന്നതാണ് സത്യം. കവിതയുടെ ഉള്ളിലേക്ക് പോയി അത് പഠിച്ചതിന് ശേഷം നമുക്ക് ഗദ്യം എഴുതാം. സച്ചിമാഷ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്ത് കവിത വായിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഫേസ്ബുക്ക് കവിത മാത്രമേ വായിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അതല്ലാതെ കവിത എന്തെന്ന് പഠിക്കൂ. ഒരു കവിത എഴുതാൻ എന്നെ സഹായിച്ചിട്ടുണ്ടത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ കവിത എഴുതാൻ വരുന്നവരൊക്കെ വായിക്കണം എന്ന് എല്ലാവരും പറയും. എന്താണെന്ന് വെച്ചാൽ അതിലുള്ള പദസമ്പത്ത് അതൊക്കെ അമൂല്യ നിധികളാണ്. ശരിക്കും പറഞ്ഞാൽ അമൂല്യ നിധികൾ കാണാതെ നമ്മൾ കല്ലുകൾ പെറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കല്ലുകൾ നമുക്ക് ആവശ്യമുണ്ട്, എങ്കിലും അമൂല്യ നിധി നമ്മുടെ കൈവശം തന്നെ ഉള്ളപ്പോൾ അത് പഠിച്ച് നമ്മളെ തന്നെ നവീകരിക്കുക, നമ്മളെ തന്നെ ഉയർത്തുക എന്നതിന് ശ്രമിക്കാതെ ജനകീയമാണ്, എല്ലാം ജനകീയമാകണം. പക്ഷെ എല്ലാം ജനകീയമാകുന്നില്ല. അതോടും മറ്റു സാഹിത്യ രൂപങ്ങളെല്ലാം അതിൻ്റെ പരമോന്നതമായ അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴും കവിത മാത്രം അതിൻ്റെ ഉദാത്തമായ അവസ്ഥയിൽ നിന്നും കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ടോ എന്നെനിക്ക് ഒരു സംശയം എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ അത് എൻ്റെ അഭിപ്രായമാണ്. പലർക്കും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായി. എല്ലാ അഭിപ്രായങ്ങളെയും ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായം അതാണ്. കവിത എഴുതുന്നവർ കവിതകൾ കൂടുതൽ വായിക്കണം. ഒരു 3 വർഷം, ഞാനൊക്കെ 10 വർഷം വായിച്ചതിന് ശേഷമാണ് എനിക്ക് ഒരു കവിതയെങ്കിലും എഴുതാൻ സാധിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എങ്കിലും എൻ്റെ കവിത പോലും എനിക്കിനിയും നവീകരിക്കണം എന്ന് അഭിപ്രായമുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. അതാണ് എൻ്റെ കവിതയെ പറ്റിയുള്ള അഭിപ്രായം. നിരവധി പുരസ്കാരങ്ങൾ താങ്കൾ നേടിയിട്ടുണ്ടെന്ന് പലപ്പോഴും വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാവാറുണ്ട്. വളരെയേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള താങ്കൾ ഇതുവരെ ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളെ പറ്റി പറഞ്ഞാൽ കൊള്ളാം. ആദ്യ പുരസ്കാരം ഞാൻ പറഞ്ഞു ഓൾറെഡി. സ്കൂളിൽ നടന്ന ആദ്യത്തെ കവിതാ മത്സരത്തിൽ കിട്ടിയ 1ാം സമ്മാനമാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ പുരസ്കാരം. അതിനുശേഷം എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ, 2ാമത്തെ പുരസ്കാരം എനിക്ക് കിട്ടിയത് ബാംഗ്ലൂരിൽ വെച്ചാണ്. ബാംഗ്ലൂരിൽ വെച്ച് നടന്ന കൈരളി കലാസമിതി നടത്തിയ കവിതാ മത്സരത്തിൽ 1ാം സമ്മാനം അഗ്നി എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു. പിന്നെ അടുത്ത വർഷവും എനിക്ക് കൈരളിയുടെ തന്നെ വിസ്മയത്തുടിപ്പുകൾ എന്ന് പറയുന്നത് പ്രപഞ്ചം എന്ന ഒരു വിസ്മയത്തെ പറ്റി എഴുതിയൊരു കവിതയാണ്. നമ്മുടെ ലോകത്തിൽ ആയിരം മാൻ മെയ്ഡ് വിസ്മയങ്ങളുണ്ട്. അതായത് നാച്ചുറൽ വിസ്മയങ്ങളല്ലാതെ തന്നെ മനുഷ്യരുണ്ടാക്കിയ വിസ്മയം, അതായത് താജ്മഹൽ മനുഷ്യരുണ്ടാക്കി നിർമ്മിച്ച വിസ്മയങ്ങളാണ്. നിർമ്മിക്കപ്പെടാത്ത ചില വിസ്മയങ്ങളുണ്ട്. ഒരു ചെറിയ മുക്കുറ്റിപ്പൂ എന്ന് പറഞ്ഞ പ്രകൃതിയുടെ വിസ്മയമാണ്. അതിനെ കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിസ്മയങ്ങളും നമ്മൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ അനേകായിരം നക്ഷത്രങ്ങൾ, പ്രപഞ്ചഗോളങ്ങൾ, അതൊക്കെയാണ് സത്യത്തിൽ വിസ്മയങ്ങൾ എന്നുള്ള വിസ്മയത്തുടിപ്പുകൾ. ആ വിസ്മയത്തുടിപ്പുകളുടെ ഒരു കവിതയ്ക്ക് എനിക്ക് 2ാമത്തെ പ്രാവശ്യം 1ാം സമ്മാനം കിട്ടി. അതിനുശേഷം കിട്ടിയത് സുവർണ കേരള സമാജത്തിൻ്റെ ഒരു പ്രൈസ്, സ്വർണ്ണമുഖിയുടെ തീരങ്ങളിൽ. സ്വർണ്ണമുഖി എന്ന് പറഞ്ഞൊരു നദി തിരുപ്പതി കൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. അത് ഒരു സ്ഥലത്ത് എത്തുമ്പം ദിശ മാറ്റി ഒഴുകും. അപ്പോൾ ആ ദിശ മാറ്റി ഒഴുകുന്ന ആ നദിയെ പറ്റി ഒരു കവിത എഴുതി. സ്വർണ്ണമുഖിയുടെ തീരത്ത് നിന്ന് കാണുന്ന വിസ്മയങ്ങൾ, അവിടെയാണ് ധവാൻ, ശ്രീഹരിക്കോട്ട, പിന്നെ പുലിക്കട്ട് ലേക്ക്. അതായത് ഈ പുലിക്കട്ട് ലേക്ക് കഴിഞ്ഞ ഒരു സ്ഥലത്ത് ശ്രീഹരിക്കോട്ട കാണാം, അതിനപ്പുറത്ത് കടലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് എഴുതിയൊരു കവിതയാണ് അത്. സ്വർണ്ണമുഖിയുടെ തീരങ്ങളിൽ അതിനെനിക്ക് 1ാം സമ്മാനം ലഭിച്ചു. അതിനുശേഷം പിന്നെ എനിക്ക് അതിരുകൾ എന്നൊരു ചെറിയ കവിത, അന്ന് എനിക്ക് ദൂരവാണി സമാജത്തെ പറ്റി, കേരള സമാജത്തെ പറ്റി അത്രയൊന്നും അറിവുണ്ടായിരുന്നില്ല. വെറുതെ ഒരു മത്സരത്തിന് അയച്ചു, അന്നൊരു 2ാം സമ്മാനം കിട്ടി. അതിനുശേഷം ദൂരവാണി കേരള സമാജത്തിൽ 5 വർഷം എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട് കവിതകൾക്ക്. അതൊക്കെ വളരെ മൂല്യവത്തായ കവിതകളാണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് കനൽ വഴിയിടങ്ങൾ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അത് വൃദ്ധസദനത്തിനെ പറ്റി എഴുതിയൊരു കവിതയാണ്. പിന്നീട് ലഭിച്ച അത് ജൈവജാലകം എന്നൊരു കവിതയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അന്തര്യാമി എന്നൊരു കവിതയ്ക്കാണ് ആദ്യം ദൂരവാണി നഗറിൽ മത്സരത്തിൽ സമ്മാനം കിട്ടിയത്. ആ കവിത അന്തർധാര എന്നൊരു കവിത. അന്തർധാര എന്ന് വെച്ചാൽ ഒരു ട്രെയിനുണ്ട്, ബിക്കാനോ ട്രെയിൻ. അതായത് പഞ്ചാബിൽ നിന്നും ഡൽഹിക്ക് പോകുന്ന ഒരു ട്രെയിനാണത്. ആ ട്രെയിന് മുഴുവൻ ക്യാൻസർ രോഗികളാണ്. എന്തുകൊണ്ടാണ് പഞ്ചാബിൽ എന്ന് പറയുന്ന ഒരു ദേശം, ഒരു ദേശത്തിന്
സെൽഫ് സഫിഷ്യൻ്റായ ഒരു ഇടമാണ്. പക്ഷേ അവിടെ യൂസ് ചെയ്യുന്ന ഈ പെസ്റ്റിസൈഡ്സ് കൊണ്ട് അവിടെ ക്യാൻസർ രോഗികളുടെ എണ്ണം ഏറ്റവും കൂടുതലാണ്. അപ്പോൾ നമ്മൾ തന്നെ മനുഷ്യനിർമ്മിതമായ ഒരു ദുരവസ്ഥ അവിടെ കാണാനുണ്ട്. നിർമ്മിച്ചുണ്ടാക്കുന്നതാണ്. അവിടെ നിന്നുള്ള അവസ്ഥ എല്ലാം വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഒരവസ്ഥയാണ് അന്തർധാര. ഇനി നടക്കാം, സ്നേഹമൂലുന്ന വാക്കുകൾ പഴയതേ അല്ലെന്ന് പറയുന്നു ഭൂമിയും. അപ്പം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഒഴുകും വിധസ്ഥയും അവിധസ്ഥ എന്ന് പറയുന്ന നദി ഒഴുകുന്നുണ്ട്. അതൊന്നും പഴയതല്ല എന്ന്. എല്ലാത്തിലും പൊല്യൂഷനാണിപ്പോൾ. ഇനി നടക്കാം എന്ന് നമുക്ക് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ഉള്ളൊരു കവിതയ്ക്കാണ് സമ്മാനം കിട്ടിയത്. അങ്ങനെ പിന്നീട് എനിക്കൊരു 25ഓളം കവിതാ അവാർഡുകൾ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പുരസ്കാരങ്ങൾ. സർഗഭൂമി ബുക്സിൻ്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഫക്മൈ പോയിട്രി പ്രൈസ്, അത് കുചേല ഹൃദയത്തിന്, വാഗ്ദേവതയുടേത് പെൺവഴിയിടങ്ങൾക്ക്. പിന്നെ നാട്ടിൽ നിന്ന് സബരിയയുടെ 2 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പുരസ്കാരങ്ങൾക്ക് അധികം മത്സരത്തിന് അയക്കാറില്ല, എങ്കിലും സെലക്റ്റീവായിട്ടുള്ള ഇടങ്ങളിലേ അയക്കാറുള്ളൂ. അതായത് ഒരു ഇൻഫ്ലുവൻസൊക്കെ അധികമുള്ള സ്ഥലത്തേക്ക് ഞാൻ പുസ്തകങ്ങൾ അയക്കാറില്ല. ജെനുവിനായ മത്സരങ്ങൾ നടക്കുന്നിടത്തേക്ക് മാത്രമേ പുസ്തകങ്ങൾ അയക്കാറുള്ളൂ. അപ്പോൾ പരസ്പരത്തിൻ്റെ 2-3 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പി നാരായണൻ അവാർഡ് കവിതയ്ക്കും കഥയ്ക്കും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ജെനുവിനായ, അതായത് നമ്മുടെ പേര് പോലും വയ്ക്കാതെയാണ് നമ്മൾ കവിതകൾ അയക്കുന്നത്. അതത് സെലക്ട് ചെയ്ത് കിട്ടുന്നതാണ്. പിന്നീട് കിട്ടിയത് ഒരു നല്ല അവാർഡാണ്, ചെന്നൈ കവി സംഗമത്തിൻ്റെ പ്രൈസ്. പിന്നെ തലശ്ശേരി രാഘവൻ മാസ്റ്റർ അവാർഡ്. ഇതൊരു വളരെ നല്ല അവാർഡാണ്. വളരെ ജെനുവിനായിട്ടുള്ള കവിതകൾക്ക് മാത്രം കൊടുക്കുന്നതാണ്. ആ സമ്മാനം കിട്ടിയത് വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ സബരിയയുടെ പുരസ്കാരം അങ്ങനെയായിരുന്നു. 102 കവിതകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് കിട്ടിയ സമ്മാനമാണ്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മലയാളി ഫെഡറേഷൻ്റെ ഒരു കവിതാ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതും കുചേല ഹൃദയത്തിന് കിട്ടിയിരിക്കുന്നത്. പിന്നീട് കുറുത്തിയാടൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യ കുറുത്തിയാടൻ പുരസ്കാരം. ഭാഷാ ബുക്സിൻ്റെ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. എഴുത്തുകൂട്ടത്തിൻ്റെ കഥയ്ക്കും കവിതയ്ക്കുമുള്ള അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇസ്താംബൂളിലെ സ്ഫടിക വിളക്കും ട്രയോക്സിജൻ എന്ന ഓസോണും എന്നൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കഥയ്ക്ക് എനിക്ക് 1ാം സമ്മാനം ലഭിക്കുകയും നമ്മുടെ ഗംഗാധരൻ മാഷ് ആ കഥ വിവർത്തനം ചെയ്ത് പ്രജാവാണിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് ലഭിച്ച അവാർഡുകൾ എന്ന് വെച്ചാൽ ചെന്നൈ കവി സംഗമത്തിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ ജൂറി പ്രൈസും പുനഃപ്രതിഷ്ഠ എന്നൊരു കവിതയ്ക്ക് 1ാം സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ഇത്രയേറെ അവാർഡുകൾ. പിന്നെ കവിതയിൽ നിന്നും കൈതൊട്ടുണർന്നിടാം എന്ന പുസ്തകത്തിന് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗൂഢം എന്ന കവിതയ്ക്കും വാക്കിലൊതുങ്ങാത്ത മൗനം എന്ന കവിതാ സമാഹാരത്തിനും എനിക്ക് തത്വമസിയുടെ സുകുമാർ അഴീക്കോട് പുരസ്കാരം ലഭിച്ചു. അതും ഇതുപോലെ ജെനുവിനായിട്ടുള്ള നല്ല എഴുത്തുകൾക്ക് മാത്രം കൊടുക്കുന്ന അവാർഡുകളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രമാണ് അവിടെ ഞാൻ അന്ന് മത്സരത്തിന് അയച്ചതും. അങ്ങനെയുള്ള കുറേയേറെ പുരസ്കാരങ്ങൾ കിട്ടി. ചെറുതും വലുതുമായ ഒരു പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പുരസ്കാരങ്ങൾക്ക് വേണ്ടി അല്ല ഞാൻ കവിതകൾ എഴുതുന്നതും സമാഹാരങ്ങൾ അയക്കുന്നതും. ഒരു പുരസ്കാരത്തിന് ഒരു കവിത അയക്കുമ്പോൾ ഞാൻ മറ്റു മത്സരാർത്ഥികളോടല്ല മത്സരിക്കുന്നത്, എന്നോട് തന്നെയാണ് മത്സരിക്കുന്നത്. എന്നോട് മത്സരിച്ചിട്ട് ഏറ്റവും നല്ല എന്നിൽ തന്നെയുള്ള ക്രിയേറ്റീവ് സ്പാർക്കിനെ കൂടുതൽ പോളിഷ് ചെയ്തിട്ട് ഞാൻ എന്നോട് തന്നെ മത്സരിച്ചിട്ടാണ് ഈ കവിതകൾ ഉണ്ടാക്കുന്നത്. അപ്പം എന്നോട് മത്സരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ കോമ്പറ്റീഷൻസ്. അല്ലാതെ മറ്റു മത്സരാർത്ഥികളോട് മത്സരിച്ചല്ല ഞാൻ എഴുതുന്നത്. എന്നോട് തന്നെ ഞാൻ മത്സരിക്കും. ഒരു നല്ല കവിത എഴുതണം എന്നോട് തന്നെ പറഞ്ഞ് എന്നെ തന്നെ പോളിഷ് ചെയ്ത് എഴുതുന്നതാണ് എൻ്റെ മത്സരത്തിന് അയക്കുന്ന കവിതകളും. അതിൽ കവിത അനുകരിച്ച് കുറേയേറെ പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഏതാണ്ട് 30 വർഷത്തിലേറെയായി ശ്രീമതി രമ പ്രസന്ന പിഷാരടി ബാംഗ്ലൂരിലുണ്ട്. ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് സജീവമാണ്. ഈ 3 ദശകങ്ങളിലെ ബാംഗ്ലൂരിലെ സാഹിത്യ രംഗത്തുള്ള അനുഭവങ്ങളെയും കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ബാംഗ്ലൂരിലെ സാഹിത്യ ലോകം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ സാഹിത്യ ലോകമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ബാംഗ്ലൂരിലെ സാഹിത്യ ലോകം അല്പം ചെറുതാണ്. അതായത് ചെറുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പത്തിലല്ല, ആൾക്കാരുടെ, അതായത് എഴുതുന്ന ആളുകൾ ഇവിടെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എഴുത്തിലുള്ളത് ഒരു 20 പേരായിരിക്കും എന്ന് തോന്നുന്നു. ആ 20 പേരിൽ നിന്നും 20 പേര് കൂട്ടത്തോടെ പ്രവർത്തിച്ച് പല നല്ല സംരംഭങ്ങളും ചെയ്തിട്ടുണ്ട്.
ഞാൻ തന്നെ വെയിൽമഴ കഥകൾ എന്ന് പറഞ്ഞ പ്രവാസി എഴുത്തുകാരുടെ എല്ലാം സ്ത്രീ എഴുത്തുകാരുടെ എല്ലാ രചനകളും സമാഹരിച്ച് ഞാനൊരു വെയിൽമഴ കഥകൾ എന്ന് പറഞ്ഞൊരു വെയിലും മഴയും ചേർന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെപ്പറ്റി ഒരു സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ധാരാളമുണ്ട്. സാഹിത്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. എങ്കിലും പ്രശസ്തരായ എഴുത്തുകാരെന്ന് നമ്മൾ അംഗീകരിക്കപ്പെടുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന എഴുത്തുകാരെ മാത്രമാണ്. അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ എഴുത്തുകാർ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെ അനേകം മടങ്ങ് പ്രയത്നിച്ചാൽ മാത്രമേ നമ്മുടെ സാഹിത്യം ഇവിടെ അംഗീകരിക്കപ്പെടുന്നുള്ളൂ. അംഗീകരിക്കാനുള്ള വൈമുഖ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഉണ്ട്, സത്യത്തിലുണ്ട് എന്ന സത്യമാണ്. അതില്ല എന്ന് പറയുന്നത് ഒരു സത്യമല്ല. ഇവിടെ ഒരു നാട്ടിൽ നിന്നൊരു വലിയ സാഹിത്യകാരന്മാർ ഇവിടെ വരുമ്പോൾ ഞാനിവിടെ പല കൂട്ടായ്മകളും ഓണാഘോഷത്തോടനുബന്ധിച്ച് അതിപ്രഗത്ഭരായ സാഹിത്യകാരന്മാർ ഇവിടെ വരും. ആ വരുന്നതിന് മുന്നേ ഒരു ദിവസം ഇവിടെയുള്ള സാഹിത്യകാരന്മാരെ എല്ലാം കൂടിച്ചേർത്ത് ഒരു ചർച്ച, ഇവിടുത്തെ സാഹിത്യം അറിയാൻ ശ്രമിക്കുക. ഞാൻ സാഹിത്യ അക്കാദമിയിൽ ഒരിക്കൽ ഒരു പുസ്തക പ്രകാശനത്തിന് പോയി, എൻ്റെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിന് പോയപ്പോൾ അവിടെ ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ പറഞ്ഞത്, ബാംഗ്ലൂരിൽ എഴുത്തുകാരുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. ബാംഗ്ലൂരിൽ എഴുത്തുകാരുണ്ട് എന്നുള്ള ഒരു അറിവ് പോലും അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ അത്രമാത്രം നമ്മളുടെ അവിടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇല്ല. നമ്മൾ വളരെയധികം പരിശ്രമിച്ച്, പക്ഷെ നമ്മൾക്കിവിടെ സാഹിത്യകാരന്മാർ വരുമ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം, നമ്മുടെ പുസ്തകങ്ങൾ കൊടുക്കാം. പക്ഷേ അവരുടെ സമയബാഹുല്യത കൊണ്ട് വളരെയധികം ചെറിയ ആളുകൾ വായിക്കും. ചിലപ്പോൾ അവർ വായിച്ചൊന്നും അതിന് വരില്ല. എൻ്റെ കവിത വായിച്ച എന്നെ തിരികെ വിളിച്ചത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. കെ പി രാമനുണ്ണി മാഷനെ കവിത വായിച്ചതിന് ശേഷം തിരികെ വിളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് തിരക്കിൻ്റെ ബാഹുല്യം കൊണ്ട് നമ്മളുടെ കവിത സാഹിത്യം വായിക്കുക പോലും ഉണ്ടായെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നെ അതിശയിപ്പിച്ച ഒരു എഴുത്തുകാരനുണ്ട്, എഴുത്തിൻ്റെ കുലപതി എന്ന് പറയുന്ന ടി പത്മനാഭൻ സാറ്. ഞാൻ എൻ്റെ കവിതാ പുസ്തകം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം ഒരിക്കൽ കവിതയെപ്പറ്റി ഒരു മാതൃഭൂമിയിൽ ഒരു റിമാർക്ക് എഴുതി, കവിത ഇപ്പം നന്നാകുന്നില്ല, കവിതയുടെ നിലവാരം താഴുന്നു, എന്തിനാണ് ഇങ്ങനെയുള്ള കവിഭാവമില്ലാത്ത കവിതകൾ എന്തിനു വരുന്നുവെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കവിത അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം എന്നെ ഫോൺ വിളിക്കുകയും ചെയ്തു. നന്നായി എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് മാത്രമല്ല പലരോടും ഈ നല്ലൊരു കവിയാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള ഒരു ഹൃദയ വിശാലത സാഹിത്യലോകത്ത് ഉണ്ടാകേണ്ടതാണ്. എങ്കിലും നമ്മുടെ ബാംഗ്ലൂർ സാഹിത്യത്തിന് പരിമിതികളുണ്ട്, വളരെയധികം പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കിടയിൽ നിന്ന് പടവെട്ടിക്കൊണ്ടാണ് നമ്മളൊക്കെ എഴുത്തിൽ നിൽക്കുന്നത്. ചിലപ്പോൾ ഇതൊക്കെ ഉപേക്ഷിച്ച് പോകണമെന്നുള്ള ഒരവസ്ഥ പോലും നമ്മൾക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും നമ്മളിതിൽ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ കുണ്ടലവല്ലി കേരള സമാജം പോലെയുള്ള ചില സമാജങ്ങൾ എല്ലാ വർഷവും സാഹിത്യ മത്സരങ്ങൾ നടത്തുകയും ബാംഗ്ലൂരിലുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ വർഷം അവരുടെ ഒരു സമ്മാനം കിട്ടി. മയക്കം എന്ന ലഹരികൾ, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാഹിത്യ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലഹരിയെ കുറിച്ചുള്ള ഒരു കവിതാ മത്സരത്തിൽ മയക്കം എന്ന് ഞാൻ എഴുതിയ ഒരു കവിതയ്ക്ക് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. അപ്പം നമ്മൾ സാഹിത്യത്തിന് ആളുകൾ എന്താണ് ബാംഗ്ലൂരിലെ പരിമിതി എന്ന് ചോദിച്ചാൽ, എഴുത്തുകാരെ നമ്മളിപ്പോൾ എഴുതുകയാണോ വേണ്ടത്, അറിയപ്പെടുകയാണോ വേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. പിന്നെ ധാരാളം എഴുത്തുകാരുണ്ട്, പഴയ കാലമല്ല. നമ്മളെ നോട്ടീസ് ചെയ്യണമെങ്കിൽ വളരെയധികം കഠിന പ്രയത്നം ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്നുണ്ട്. അതായത് ഇന്ന് കേരളത്തിൽ കൽപ്പവൃക്ഷങ്ങളെക്കാൾ കൂടുതൽ എഴുത്തുകാരുണ്ടെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ അനേകം പ്രഗത്ഭരായ എഴുത്തുകാരുള്ളത് കൊണ്ട് നമ്മുടെ സാഹിത്യത്തെ അടയാളപ്പെടുത്താൻ നമ്മൾ തന്നെ കഠിനമായി പരിശ്രമിക്കുകയും നമ്മൾ തന്നെ ഇത് വായനക്കാരിൽ എത്തിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകത ഇന്നുണ്ട്. താങ്കളുടെ വ്യക്തി ജീവിതത്തെ പറ്റി അറിഞ്ഞാൽ കൊള്ളാം. കുടുംബം സത്യത്തിൽ എൻ്റെ സാഹിത്യ ലോകത്തിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയാം. അതായത് എനിക്ക് എൻ്റെ എല്ലാ കവിതകളും മത്സരത്തിന് മുമ്പ് ഞാൻ അയച്ചു കൊടുക്കുന്നത് എൻ്റെ അനിയത്തി, എൻ്റെ സിസ്റ്ററിനാണ്. എല്ലാം വായിച്ചിട്ട് ഇതാണ് നല്ലത്, ഇത് അയക്കാം, ഇത് അയക്കരുത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുന്ന ആളാണ്. എൻ്റെ ആദ്യത്തെ വായനക്കാരി എൻ്റെ അനിയത്തിയാണ്. എൻ്റെ രണ്ടാമത്തെ എൻ്റെ എൽഡർ സിസ്റ്റർ ഇംഗ്ലീഷൊക്കെ കവിത എഴുതുമായിരുന്നു, പക്ഷേ സാഹിത്യത്തിലോട്ട് ഇപ്പോൾ എത്തിയിട്ടില്ല. ആ ചേച്ചി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ മത്സരങ്ങളുണ്ടെങ്കിലും പത്രത്തിൽ വരുന്ന എല്ലാ ന്യൂസും എനിക്ക് അയച്ചു തരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിലുള്ള പല മത്സരങ്ങൾക്കും ഞാൻ ചേരാൻ സഹായിച്ചതും
ചേരാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എൻജിനീയറാണ്. സാഹിത്യമായിട്ട് ലോകമായിട്ട് വലിയ താല്പര്യം കൂടെ ഒന്നും ഇല്ലെങ്കിലും അത്ര അറിവില്ലെങ്കിൽ ഇതിനെയൊക്കെ സാഹിത്യത്തിൽ എൻ്റെ കൂടെ എന്നെ പ്രോത്സാഹനം തരുമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നെ ഗോവയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പലയിടങ്ങളിലും പോകാൻ പറ്റാതെ ഇരുന്നിട്ടുമുണ്ട്. അതായത് നമ്മൾ ഇവിടെ ആയതുകൊണ്ട് കേരളത്തിലുള്ള ഒരു 90% പ്രോഗ്രാമിനും പോകാൻ പറ്റിയിട്ടില്ല. എങ്കിലും 10% പ്രധാനപ്പെട്ട പരിപാടികൾക്കെല്ലാം എന്നെ കൊണ്ടുപോവുകയും എഴുതാനുള്ള പ്രോത്സാഹനം അങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിൽ സന്തോഷമുണ്ട്. എഴുതരുതെന്ന് പറയുന്ന ആളുകളില്ല വീട്ടിൽ. എഴുതണം എന്ന് പറയുന്നവരേ ഉള്ളൂ ചുറ്റും. അതൊരു സന്തോഷമാണ്. ലളിതാംബിക അന്തർജനം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ പേരിലുള്ള ഒരു സെൻ്ററുണ്ട് എറണാകുളത്ത്. അവർ പ്രസിദ്ധീകരിച്ച സ്ത്രീ രചനയിൽ എൻ്റെ ഒരു മുഖം എന്ന കഥയും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കവി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഈ യാത്രയിൽ ഒരുപാട് ആളുകളുമായി ഇടപഴകുവാനും ഒരുപാട് ആളുകളുടെ പ്രോത്സാഹനത്തിന് അർഹമാകുവാനും ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എത്തരത്തിലാണ് അത്തരം ആളുകളെ നമുക്കെപ്പോഴും പ്രോത്സാഹജനകമായ രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ അനുസ്മരിക്കുന്നത്? പറയാനാണെങ്കിൽ അനേകം പേരുകളുണ്ട്. വളരെയധികം സുമനസ്സുകൾ എന്നെ സാഹിത്യ ലോകത്ത് സഹായിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എഴുത്ത് നിർത്തി പോകണം എന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ധാരാളം ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, പേരെടുത്ത് പറഞ്ഞാൽ ഒരാളുടെ പേര് വിട്ടുപോയാൽ മറ്റവർക്ക് വിഷമാകും എന്നൊരു വിഷമം എനിക്കുള്ളത് കൊണ്ടാണ്. ബാംഗ്ലൂരെ സാഹിത്യ ലോകം, കേരളത്തിലെ സാഹിത്യ കൂട്ടായ്മകൾ വളരെയധികം സഹായങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എഴുതാനുള്ള പ്രോത്സാഹനങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാവരോടും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ചേർത്തുള്ള നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം കടപ്പാടുകൾ എനിക്ക് എല്ലാവരോടുമുണ്ട്. ഇത് കുചേല ഹൃദയത്തിലെ ചെറിയ വരികളാണ്. അതായത് കവിതയുമായി ഞാൻ ONV സാറിനെ കാണാൻ പോയ ഒരു സന്ദർഭത്തിൽ ആ ഒരു സഞ്ചാരം അതിൽ നിന്ന് എഴുതിയ ഒരു കവിതയാണ് ഇത്, കുചേല ഹൃദയം. മിഴിനീരിലലിയുന്ന മഴ പോലെ പെയ്യുന്ന കഥനമാണീ അവൾ പൊതിയിൽ, കരുണ തേടി കടം വാങ്ങിയെന്നാകിലും അതിനുള്ളിലലിയുന്നു ഹൃദയം. കനകാംബരങ്ങൾ പടർന്ന വാനത്തിൻ്റെ ചെരിവുകൾ പോലെ ഈ ദുഃഖം. ഒരു കുചേലത്തിലായി ഭദ്രം ത്രസിക്കുന്ന വ്യഥിത ദുഃഖം നേർത്ത കവിത. മധുരമണി സൗധങ്ങളിൽ തട്ടിയുടയാത്ത ഒരു ധന്യ ഗുരുകുലം. സ്മൃതിയിൽ വഴിയിൽ ചരൽക്കല്ലുകൾ മുള്ളുകൾ ദേവമൊഴിയിലെ സങ്കടച്ചിമിഴും. ഒരു കുചേലത്തിൽ പൊതിഞ്ഞു നീട്ടും കാവ്യ ഹൃദയത്തിലെ അവൾ തരികൾ. മിഴിനീരിലലിയുന്ന കൽത്തരിക്കുള്ളിലെ കവിതയാണീ അവൾ തരികൾ. അമ്മയുടെ ഹൃദയസ്പന്ദനമാണ് കവിതയായി ആദ്യം കേട്ട കവിത. അമ്മയുടെ ഹൃദയസ്പന്ദനം. അമ്മയും ഞാനും ഒരൊറ്റ ശ്വാസത്തിൻ്റെ മന്ത്രസ്വരം, അതേ പ്രാണന്റെ സ്പന്ദനം. അമ്മയും ഞാനും ഒരേ വേനൽ തീനാൽ പൊള്ളിപ്പിളർന്നവർ, വീണ്ടും തളിർത്തവർ. ഇനി അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷനാണ്. അച്ഛനും ഞാനും ഒരേ വാദ്യബിന്ദുവിൽ ഹൃത്തിൻ്റെ താളം പകുത്തു സൂക്ഷിച്ചവർ. അച്ഛനും ഞാനും ഒരേ രക്തബിന്ദുവേ ഹൃസ്പന്ദനങ്ങളിൽ നിന്നുണർത്തുന്നവർ. അച്ഛനിൽ നിന്ന്
പകർന്നതാണീലയം, അച്ഛനിൽ നിന്നുയിർക്കൊണ്ടതാണീശ്വരം. അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആയിരുന്നു, എൻ്റേതും ബി പോസിറ്റീവാണ്. അതാണ് ഈ ഒരേ രക്തബിന്ദുക്കളിന് എഴുതിയത്. പിന്നെ കാലം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ എപ്പോഴും ചുറ്റി ഓടിക്കുന്ന കാലമാണ്. കാലത്തിൻ്റെ തണുത്ത ശിരസിൽ ലോകം മുൾവാകപ്പൂ ചൂടി, കോലം കെട്ടിയ ലോകത്തിൻ്റെ വാതിൽ പടികൾ കാലം പൂട്ടി, കാലത്തിൻ്റെ കരിങ്കൽ കെട്ടിൽ ഭൂമിയൊരൽപ്പമിരുന്നു ചിരിച്ചു. കോവിഡ് കാലത്തും പ്രളയകാലത്തും നമ്മളെ കാലവും ഭൂമിയും ഒക്കെ കുറേ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ കവിത. പിന്നെ ഈ കലിംഗത്തിലെ 2 വരികളാണ്. കലിംഗം എന്ന് വെച്ചാൽ നമ്മൾ യുദ്ധമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ശാന്തതയാണ്. അപ്പം അശോക ചക്രവർത്തി യുദ്ധം ഉപേക്ഷിച്ചത് ആ കലിംഗത്തിലൂടെ യാത്രയാണിത്. ഭൂമിയോടൊപ്പം മഹായാത്രയൊന്നിലായി പാടലീപുത്രത്തിലെത്തി, മാഗധം താമ്രപർണങ്ങളിൽ നിന്നുമാ താളിയോലക്കെട്ടെടുത്ത്, ബോധിവൃക്ഷങ്ങളിൽ ജ്ഞാനോദയത്തിൻ്റെ ജീവഭാഷാലിപി തന്നു. അടുത്തത് ബുദ്ധപതംഗം എന്നൊരു കവിതയാണ്. ബുദ്ധപതംഗം എന്ന് പറയുന്ന കവിത, ബുദ്ധമയൂരി എന്ന് പറയുന്ന ഒരു ചിത്രശലഭമുണ്ട്. ആ ചിത്രശലഭമാണ് കേരളത്തിൻ്റെ ചിത്രശലഭം. അപ്പോൾ ആ ചിത്രശലഭത്തിൻ്റെ ബുദ്ധനുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ശാന്തത തരുന്ന ഒരു ചിത്രശലഭമാണ്. അതാണ് ഈ കവിതയുടെ ഒരു ബേസ്. ബുദ്ധനെ കല്ലിലായി കൊത്തിവയ്ക്കുന്ന നാൾ, രക്തം പൊടിഞ്ഞുവോ കല്ലിൻ്റെ ഉള്ളിലായി, കണ്ണിലെ ധ്യാനഭാവം ചോർന്നു പോകവേ കല്ലതാ ശില്പി ഉപേക്ഷിച്ചു പോയതോ, കല്ലിൻ്റെ താഴെ പിളർന്ന ഭൂവിൽ സീത കണ്ണിലായി ബുദ്ധന്റെ പത്നിയെ കണ്ടുവോ, കല്ലിൻ്റെ താഴെയുറഞ്ഞു നിശബ്ദരായി കണ്ണീരൊഴുക്കും അഹല്യയെ കണ്ടുവോ. ഇനി അൽഷൈമേഴ്സ്, അതായത് മറവിയാണ് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്ത കാലഘട്ടം എന്നെല്ലാവരും പറയും. അപ്പോൾ മറവിയെ പറ്റിയുള്ളൊരു കവിതയാണിത്. ഓർമ്മകൾ യാത്രയാവുന്ന തീരങ്ങളിൽ ഓർമ്മപ്പിശകുമായെത്തുന്നു അൽഷൈമേഴ്സ്, തീർത്ഥയാത്രയ്ക്കു പോകും വഴിയങ്ങനെ മാത്രകളെല്ലാം മറന്നു പോകുന്നുവോ. പിന്നെ സ്വസ്തി ദേ ഭൂമി എന്നൊരു കവിതയുണ്ട്. ഇതാണ് സർവം സഹയാണ് ഭൂമി. ഈ കവിതയാണിത്. ആ ഭൂമിക്ക് ഒരു സമർപ്പണമാണ് ഈ കവിത. സർവം സഹേ സ്വസ്തി സർവജീവസ്ഥിതേ സ്വസ്തി സ്വസ്തിദേ ഭൂമി വസുന്ധരേ. നിന്നെ ഞാൻ എത്രയോ കാലം എഴുത്തോലയിൽ ചേർത്തു, നിത്യം തപം ചെയ്തു സംവത്സരങ്ങളിൽ അർദ്ധം അതേ എൻ്റെ ഭൂപടക്കാഴ്ചയിൽ. കോവട ഏരിയയിലെ ഇടയ പെൺകുട്ടികൾ, എനിക്ക് ചെന്നൈയിൽ തലശ്ശേരി രാഘവൻ മാസ്റ്റർ അവാർഡ് ലഭിച്ച ഒരു കവിതയാണിത്. അതായത് 3 ഇടയക്കുട്ടികൾ കാലി മേയ്ക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് യുദ്ധം നിർത്താൻ, ലോകമഹായുദ്ധം നിർത്തണമെന്ന ആവശ്യവുമായി ഒരു പ്രാർത്ഥന ചൊല്ലണമെന്ന് ഈ കുട്ടികൾക്ക് ഒരു ഉത്ബോധനം കൊടുക്കുന്ന ഒരു മാലാഹ പ്രത്യക്ഷപ്പെട്ടു. ഫാത്തിമ എന്ന പോർച്ചുഗലിലെ ഒരു സ്ഥലത്താണ് ഇത് നടന്നത്. യുദ്ധമില്ലാതാക്കാൻ പ്രാർത്ഥിക്കണമെന്ന് ലോകത്തോട് പറയുന്ന ഒരു കവിതയാണിത്. കാലിമേയ്ക്കാനായി നടന്ന പെൺകുട്ടികൾ ഞാനുമുണ്ടായിരുന്നവിടെ, കൂട്ടത്തിലങ്ങനെ പോകവേ യുദ്ധമേ നീ ഒന്നു പിന്നോട്ടു പോകൂ, ആയുധം താഴ്ത്തി വയ്ക്കൂ വരൂ, ഞങ്ങളീ ഭൂമിയുടെ ജപമുത്തിലുണ്ട്, ഞങ്ങളോടൊപ്പമീ പർവ്വതത്തിൽ ധ്യാന മണ്ഡപത്തിൽ വരൂ നിങ്ങൾ. കാറ്റും വെളിച്ചവും കാടും മരങ്ങളും ഈ കുടീരത്തിലുണ്ടിന്നും, കാലിമേയ്ക്കാൻ പോകുമീ വഴിക്കിപ്പോഴും നാട്ടുപച്ചപ്പുണ്ടു കാണൂ, ആയുധത്താൽ
കെടുത്താതിരിക്കൂ സൂര്യദീപം ജലം പ്രാണവായു. ആയുധത്താൽ കെടുത്താതിരിക്കൂ സൂര്യദീപം ജലം പ്രാണവായു. നന്ദി.